ന്യൂസ് ആൻഡ് ന്യൂസിലേക്ക് സ്വാഗതം. ADGP MR അജിത് കുമാർ RSS നേതാവുമായി നടത്തിയ കൂടിക്കാഴ്ച CPM-ന്റെ ചുമലിൽ കെട്ടിവെക്കാൻ നടത്തിയ ശ്രമങ്ങൾ ഫലത്തിൽ കോൺഗ്രസിന് തന്നെ തിരിച്ചടിയായി. കോൺഗ്രസ് ഒളിഞ്ഞും തെളിഞ്ഞും പല കാലഘട്ടങ്ങളിൽ RSS-മായി നടത്തിയ നീക്കുപോക്കുകൾ ഒന്നൊന്നായി വീണ്ടും വലിച്ചു പുറത്തിടുകയാണ്. കേരളത്തിൽ BJP-ക്ക് അക്കൗണ്ട് തുറക്കാൻ നിലമൊരുക്കിയതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാൻ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കഴിയില്ലെന്ന വാദം ഇന്നും രാഷ്ട്രീയ കേരളം ഓർമ്മിപ്പിച്ചു. തൃശൂരിലെ തോൽവി സംബന്ധിച്ച KPCC അന്വേഷണ റിപ്പോർട്ട് പുറത്തുവരട്ടെ എന്ന TN പ്രതാപന്റെ പറച്ചിലുമുണ്ട് ചില പൊടിപൂരത്തിന്റെ ദുസ്സജനങ്ങൾ. ഗോൾവൽക്കറുടെ ചിത്രത്തിന് തിരിയിട്ട പ്രതിപക്ഷ നേതാവിന്റെ ചിത്രവും തോന്നിയാൽ BJP-യിലേക്ക് പോകുമെന്ന KPCC അധ്യക്ഷന്റെ വാക്കുകളും വംശനാശം സംഭവിച്ചിട്ടില്ലാത്ത ചില യഥാർത്ഥ കോൺഗ്രസുകാർക്ക് ഇപ്പോഴും തികട്ടി വരുന്നുണ്ട്. കോൺഗ്രസിനുള്ളിലെ RSS-കാർ ആരൊക്കെ എന്ന ചോദ്യമാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ ന്യൂസ് ആൻഡ് വ്യൂസിൽ പങ്കെടുക്കുന്നത് ഇടത് നിരീക്ഷകൻ ശ്രീ KA വേണുഗോപാലൻ, കോൺഗ്രസ് നേതാവ് വസന്ത് സിറിയക്ക്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ രാജേന്ദ്രൻ പന്തളം എന്നിവരാണ്. സ്വാഗതം മൂന്ന് പേർക്കും. ശ്രീ വസന്ത്, ഇന്ന് വളരെ ഗൗരവതരമായ ചില പ്രസ്താവനകൾ പല നേതാക്കളുടെ CPM സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവരുടെ ഭാഗത്തുനിന്ന് വരികയും ചെയ്തു. ഇവിടെ ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഈ ADGP RSS നേതാവുമായി നടത്തിയ കൂടിക്കാഴ്ച, അതിൽ ഈ പൊടിപൂരം കലക്കി BJP-ക്ക് ജയിക്കാൻ അവസരം ഒരുക്കി കൊടുത്തു എന്നുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ കോൺഗ്രസ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മനസ്സിലാകാത്ത ചില കേവല യുക്തികളുടെ പ്രശ്നമുണ്ട്. അവിടെ ജയിച്ചത് BJP, വോട്ട് പോയത് കോൺഗ്രസിൻ്റേത്. LDF സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ 16,000 വോട്ട് കൂടി, 86,000 വോട്ട് കോൺഗ്രസിൻ്റേത് കുറഞ്ഞു. ഇവിടെ എവിടെയാണ് കോൺഗ്രസ്സിന്, അതായത് CPM BJP-യെ സഹായിച്ചത് മനസ്സിലാകുന്നില്ല. സിജു, അങ്ങേക്ക് അത് മനസ്സിലാവാത്തതല്ല, അങ്ങ് അത് മനസ്സിലാവുന്നില്ല എന്ന് നടിക്കുന്നതാണ് എന്ന് എനിക്കറിയാം. കാര്യം, അങ്ങ് കേരളത്തിലെ തന്നെ ഏറ്റവും മുതിർന്ന മാധ്യമ പ്രവർത്തകരിൽ ഒരാളാണ്. നോക്കൂ, അങ്ങ് കമ്പയർ ചെയ്യുന്ന കണക്ക് ഏതാണ്? അങ്ങ് കമ്പയർ ചെയ്യുന്ന കണക്ക് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. സാധാരണയായി എത്രയോ ഇലക്ഷൻ റിസർച്ചുകൾ നടത്തിയിട്ടുള്ള ആളാണ് അങ്ങ്. നമ്മൾ ഒരു ഡേറ്റ കമ്പയർ ചെയ്യുന്നത് ഏത് ഡേറ്റയുമായി ബന്ധപ്പെട്ടാണ്? ലാസ്റ്റ് റീസൺ ഡേറ്റ, അതായത് ഏറ്റവും അടുത്ത് നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആ മണ്ഡലത്തിലെ ഡേറ്റ വെച്ചാണ് കമ്പയർ ചെയ്യുന്നത്. അങ്ങനെ നോക്കിയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട 1.5 ലക്ഷം വോട്ടിന്റെ കുറവ് CPM-ന് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അതായത് ഏറ്റവും അവസാനം 2021 അവിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ലോക്സഭാ മണ്ഡലം അടങ്ങുന്ന, തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ അടങ്ങുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ ഉണ്ടായിരുന്ന എഡ്ജ് പൂർണ്ണമായും 1.5 ലക്ഷത്തിന് പുറകിലാണ് CPM പോയത്. 1. 2, എങ്ങനെയാണ് സെറ്റിൽമെന്റ് ഉണ്ടായത് എന്ന് ചോദിച്ചാൽ, ആരുടെ വോട്ട് പോയി എന്നതിനേക്കാൾ കൂടുതൽ വോട്ട് മറിച്ചു കൊടുത്ത് നടത്തുന്ന രാഷ്ട്രീയ സെറ്റിൽമെന്റുകൾ മാത്രമല്ലല്ലോ രാഷ്ട്രീയത്തിൽ നടക്കുക. ഞങ്ങൾ പറയുന്നത്, എന്തിനാണ് ADGP അജിത് കുമാറിനെ RSS-ന്റെ ദേശീയ വൈസ് പ്രസിഡന്റിനെ കാണാൻ, അഖിലേന്ത്യാ സഹചാരിയെ കാണാൻ വേണ്ടി പറഞ്ഞു വിട്ടത്? എന്തിനാണ് അത് ഇത്രയും ദിവസം? അതായത് പറഞ്ഞു വിട്ടത് എന്നൊക്കെ പറയുമ്പോഴേ, പറഞ്ഞു വിട്ടത് ADGP അജിത് കുമാർ CPM-ന്റെ പാർട്ടി പ്രവർത്തകനാണെന്നുള്ള ധ്വനി താങ്കൾ വയ്ക്കുന്നുണ്ട്. ഇവിടെ അതല്ല പ്രശ്നം. താങ്കൾ പറഞ്ഞ നേരത്തെ കമ്പാരിസന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, പക്ഷെ ചോദ്യം അവിടെ അങ്ങനെ നിൽക്കുകയാണ് വസന്തേ. 86,000 വോട്ടുകൾ എങ്ങനെ പോയി എന്നുള്ളത്. ഏറ്റവും ഒടുവിലായി ഇന്നത്തെ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. 2 BJP MPമാരെ ജയിപ്പിക്കാൻ നിങ്ങളുടെ പാർട്ടികൾക്ക് കഴിഞ്ഞു. ഇന്ന് അദ്ദേഹം പറഞ്ഞ ഏറ്റവും കൗതുകരവും രസകരമായ കാര്യം എനിക്ക് തോന്നിയതാണ്. ഒന്ന്, താങ്കളുടെ AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലിൻ്റെ നല്ല മനസ്സുകൊണ്ട് അവിടെ നിന്ന് ഒരു രാജ്യസഭാ MPയെ BJP-ക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞു. രണ്ടാമത്തെ MP എന്ന് പറയുന്നത് BJP MP കേരളത്തിൽ നിന്ന് തന്നെ കൊടുക്കാൻ കഴിഞ്ഞു. RSS-ന് ഇതിൽ പരം സന്തോഷമില്ല വസന്ത്, കോൺഗ്രസിനെ കുറിച്ച് ഓർക്കുമ്പോൾ. അല്ല, നോക്കൂ, ഞാൻ 80,000 വോട്ട് എവിടെ പോയെന്ന് ഞാൻ പറയാം. പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ 1.5 ലക്ഷം വോട്ടുകൾ, CPM-ന്റെ 1.5 ലക്ഷം വോട്ട് എവിടെ പോയി എന്ന് പറഞ്ഞാൽ മതി. 1. 2, എന്തിനാണ് ADGP? അല്ല വസന്ത്, നമ്മളൊരു കാര്യമുണ്ട്. ഞാനൊന്ന് പറഞ്ഞോണ്ട്, താങ്കൾ ചോദിച്ചത് കൊണ്ട് ഞാൻ പറയുക, ഈ വോട്ടുകളുടെ കമ്പാരിസൺ നമ്മൾ പരിശോധിക്കുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന അതിൻ്റെ രാഷ്ട്രീയ സാഹചര്യം അതങ്ങനെ തന്നെയാണ് വിലയിരുത്തുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരുന്ന വിഷയങ്ങൾ അങ്ങനെ തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മുൻപും പല ചർച്ചകൾ ചെയ്തതാണ്. എങ്ങനെയാണ് ഇവിടെ BJP-ക്ക് ജയിക്കാൻ കഴിഞ്ഞത്, എങ്ങനെയാണ് താങ്കളുടെ പാർട്ടിക്ക് കൂടുതൽ MPമാരെ ലോക്സഭയിലേക്ക് അയക്കാൻ കഴിഞ്ഞത്? ആ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇവിടെ BJP, അതായത് മോദി വരരുത് എന്നുള്ള തോന്നൽ കഴിഞ്ഞ 2019 പോലെ 2024 ഉണ്ടായി. അത്
അത്തരത്തിൽ തന്നെ പരിഗണിക്കണം. അതിനെ താങ്കൾ വില കുറച്ച് കാണിച്ചുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കണക്കുകളിലേക്ക് പോകുന്നത് ശരിയല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇവിടെ ഈ ഉയർന്ന പ്രശ്നം താങ്കൾ പറഞ്ഞ കണക്കുകളിലേക്ക് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഈ ചോദ്യം വളരെ പ്രസക്തമല്ലേ? രാജ്യത്ത് ചോദിക്കുന്ന, കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ്. നിങ്ങൾ 2 MP സംഭാവന ചെയ്തു, അതിൽ രാജ്യസഭയിൽ ഭൂരിപക്ഷം ഒരുക്കാൻ അവസരമൊരുക്കിയത് നിങ്ങളുടെ നിലപാടാണ്. നിങ്ങളുടെ ദേശീയ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എടുത്ത തീരുമാനം, അത് ദേശീയ നേതൃത്വം അറിയാതെ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുമോ? നിങ്ങളെടുക്കുന്ന RSS നിലപാട് തന്നെയാണ് ദേശീയ നേതൃത്വം എടുത്തതെന്ന് പറഞ്ഞാൽ അത് നിരാകരിക്കാനാവുമോ വസന്ത്? അല്ല ശ്രീ സിജു, അങ്ങനെയാണെങ്കിൽ അങ്ങ് ചോദിച്ചത് ഇപ്പൊ ജനങ്ങൾക്ക് മുഴുവൻ ഉത്തരം കൊടുക്കേണ്ട എന്നുള്ളതാണ്. ജനങ്ങൾക്ക് മുഴുവൻ ഞങ്ങൾ ഉത്തരം കൊടുക്കാം. പക്ഷെ നിങ്ങളുടെ കൂടെയുള്ള, നിങ്ങൾ ഒഫീഷ്യലി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച LDF സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം LDF കൺവീനർ വന്ന് സ്ഥാനാർത്ഥിയായി തൃശ്ശൂരിൽ പ്രഖ്യാപിച്ച VS സുനിൽകുമാറിന്റെ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞല്ലോ, പൂരം കലങ്ങിയത് കൊണ്ട് തന്നെയാണ് അവിടെ BJP ജയിക്കാൻ കാരണമുണ്ടായത് എന്ന് വളരെ കൃത്യമായി സുനിൽകുമാർ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ പൂരം കലക്കിയതിൽ പോലീസിന് പങ്കുണ്ടെന്ന് അന്നേ സംശയിച്ചിരുന്നു. സുനിൽകുമാറിന്റെ വാദമാണ്. അല്ല, പൂരം കലക്കിയതാണെന്ന്, പൂരം കലക്കിയതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കരുത് വസന്ത്. പൂരം കലങ്ങിയതാണ് തോൽവി എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടില്ല. പൂരം കലക്കിയത് ആരാണെന്ന് കണ്ടെത്തണം എന്നുള്ള രീതിയിലാണെന്ന് പറഞ്ഞു. ശ്രീ ഇടത് നിരീക്ഷകൻ K വേണുഗോപാലൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ വേണുഗോപാലൻ, ഇവിടെ വസന്ത് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കമ്പാരിസണാണ്. 1.5 ലക്ഷം വോട്ടുകൾ LDFന് കുറഞ്ഞു എന്നുള്ള അർത്ഥത്തിലാണ്. ഇവിടെ ഇപ്പോഴും കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കാലഘട്ടത്തിലും CPM ഒരു ബാന്ധവവും RSSുമായി ഉണ്ടാക്കിയിട്ടില്ല. ഒരു ഗോൾവൽക്കറുടെ മുന്നിൽ ഒരു CPM നേതാവ് പോയി കുനിഞ്ഞെന്ന് ഈ നിലവിളക്ക് കൊളുത്തിയിട്ടില്ല. ഒരു KPCC അധ്യക്ഷനും വേണമെങ്കിൽ വിചാരിച്ചാൽ BJPയിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ നിൽക്കുമ്പോൾ ഇത് ആരെ പറ്റിക്കാനാണ് ഈ കോൺഗ്രസ് നേതാക്കൾ? ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞാണ്, അദ്ദേഹത്തിൻ്റെ പുനർജനി വിവാദമൊക്കെ എന്തായാലും കത്തി നിൽക്കുന്നുണ്ട്. അദ്ദേഹം എടുത്ത നിലപാട് അതിലൊരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ന് TN പ്രതാപൻ തന്നെ പറഞ്ഞതിലൊരു മുള്ളുണ്ട്, ഒരു കുത്തുണ്ട്. TN പ്രതാപൻ പറഞ്ഞ ഏതായാലും KPCC അന്വേഷണ സമിതി റിപ്പോർട്ട് വരട്ടെ, വന്നതിന് ശേഷം സംസാരിക്കാമെന്നുള്ളതാണ്. ശ്രീ വേണുഗോപാലൻ, പല കാലഘട്ടങ്ങളിലും ഈ RSS എന്ന് പറയുന്ന പ്രസ്ഥാനവുമായി കോൺഗ്രസ് സന്ധി ചെയ്തിട്ടുണ്ട്, ഒളിഞ്ഞും തെളിഞ്ഞും. അത് തന്നെയാണ് കേരളത്തിലടക്കം RSSൻ്റെ ശാഖകൾ കൂടാനിടയായത്. രാജ്യത്തെ ഈ സംഘപരിവാർ മണ്ണിൽ വലിയ തരത്തിൽ വളക്കൂറുണ്ടാക്കി കൊടുത്തത്, BJPക്ക് വോട്ട് വിഹിതം നേടിക്കൊടുത്തത് ഒക്കെ RSS ആണ്. അതിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാണ് കേരളത്തിൽ നടക്കുക. കേരളത്തിൽ കൃത്യമായ RSS കോൺഗ്രസ് ബന്ധമുണ്ട്. ആദ്യം പറയാനുള്ള കാര്യം, 59-ലെ വിമോചന സമരത്തിന് ശേഷം മന്ത്രിസഭ പിരിച്ചുവിട്ടു. പിന്നീട് 61-ലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. 61-ൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ പട്ടാമ്പിയിലാണ് സഖാവ് EMS മത്സരിക്കുന്നത്. EMS അന്ന് മത്സരിച്ചപ്പോൾ EMSനെതിരായി കോൺഗ്രസ്സുകാരും അന്നത്തെ ജനസംഘക്കാരും നോമിനേഷൻ കൊടുത്തിരുന്നു. ഒരു അഭിഭാഷകനായ രാഘവൻ നായരായിരുന്നു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. ജനസംഘത്തിൻ്റെ സ്ഥാനാർത്ഥി VN ഭരതൻ എന്ന് പറയുന്ന നിലമ്പൂർ കോവിലകത്തെ ഒരു മുൻ രാജകുടുംബാംഗമായിരുന്നു. ഈ ജനസംഘത്തിൻ്റെ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ പരസ്യമായി നോട്ടീസ് അടിച്ച് കോൺഗ്രസ്സിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ഈ തെരഞ്ഞെടുപ്പിൽ EMSനെ തോൽപ്പിക്കുകയാണ് ജനസംഘത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും ലക്ഷ്യം, അത് നടപ്പിലാക്കാൻ നിങ്ങൾ ഈ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം എന്ന് പരസ്യമായി നോട്ടീസ് അടിച്ച് പ്രചരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അന്ന് തുടങ്ങിയതാണ് കേരളത്തിൽ കോൺഗ്രസും ജനസംഘവും തമ്മിലുള്ള പരസ്പര ബന്ധം. അതിനുശേഷം 1991-ൽ ബേപ്പൂരിലും വടകരയിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ബേപ്പൂരിലെ സ്ഥാനാർത്ഥി CPMൻ്റെ സ്ഥാനാർത്ഥി DK ഹംസയായിരുന്നു. അദ്ദേഹത്തിനെതിരായി മത്സരിച്ചത് ഒരു മാധവൻകുട്ടിയായിരുന്നു. വടകര ലോക്സഭാ മണ്ഡലത്തിൽ KP ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന അന്നത്തെ കോൺഗ്രസ് എസിൻ്റെ സ്ഥാനാർത്ഥി ആയിരുന്നു. അദ്ദേഹത്തിനെതിരായി മത്സരിച്ച ഒരു രത്നസിംഗ് ആയിരുന്നു. ഇവർ രണ്ടാളും പൊതു സ്ഥാനാർത്ഥികളായിരുന്നു. ആരുടെ? കോൺഗ്രസിൻ്റെയും BJPയുടെയും പൊതു സ്ഥാനാർത്ഥി, അന്നത്തെ BJPയുടെയും പൊതു സ്ഥാനാർത്ഥികളായിരുന്നു. ഒരു ഭാഗത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, മറുഭാഗത്ത് കോൺഗ്രസ് BJP ഐക്യം എന്നതാണ് നമ്മൾ 91-ൽ കണ്ടത്. ഇത് കോൺഗ്രസ് BJP ലീഗ് സഖ്യമായിരുന്നു എന്ന് അന്ന് പരസ്യമാക്കപ്പെട്ടതാണ്. പിന്നീട് അത് കോൺഗ്രസ്സുകാരും BJPക്കാരും ലീഗുകാരും ഒക്കെ തന്നെ പരസ്യമായി സമ്മതിച്ചതാണ്. ഇങ്ങനെ ഒരു ചരിത്രം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസും BJPയും തമ്മിലുണ്ട് എന്ന കാര്യം മറച്ചു വെക്കേണ്ടതില്ല. ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്. 1960-ലെ EMSൻ്റെ തെരഞ്ഞെടുപ്പ് മുതൽ 91-ൽ കോൺഗ്രസ് BJP സഖ്യം, ഇത് രണ്ടും പരസ്യമാണ്.
പിന്നീട് പലപ്പോഴും ഇവർ ഓരോ സീറ്റുകളും അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയും ചിലരെയൊക്കെ തോൽപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നേമത്തെ തെരഞ്ഞെടുപ്പിലെ ജയം ഉണ്ടായത് അങ്ങനെയാണ്. ഇപ്പോൾ മറ്റേ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പിൽ ജയം ഉണ്ടായിട്ടുള്ള അങ്ങനെയാണ്. അതിൻ്റെ കാരണം എന്ന് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റുക, ഇവർ തമ്മിൽ തുടക്കം മുതലേ ഒരു ബന്ധമുണ്ട്. ഏത് ബന്ധം? ഈ CPM എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടിയാണല്ലോ. അവർ കൃത്യമായിട്ടും അവരുടെ പാർട്ടി പരിപാടിയിൽ പറഞ്ഞിട്ടുണ്ട്, ബൂർഷ്വാ ഭൂപ്രഭു സഖ്യമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നതെന്ന്. എന്നുവെച്ചാൽ ബൂർഷ്വാസി സാധാരണ ഗതിയിൽ ഫ്യൂഡലിസത്തിനെതിരായി പോരാട്ടം നടത്തി ജനാധിപത്യ വിപ്ലവം പൂർത്തീകരിക്കേണ്ട മറ്റേ വർഗ്ഗമാണ്. ആ വർഗകടമ നിർവഹിക്കാൻ ഇന്ത്യയിൽ ബൂർഷ്വാസി തയ്യാറായില്ല. അതുകൊണ്ട് ബൂർഷ്വാ ഭൂപ്രഭു സഖ്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ തമ്മിൽ ഈ നാടുവാഴി രാജാക്കന്മാരും ഭൂപ്രഭുക്കളും ഒക്കെയുള്ള ബന്ധം, ആ ബന്ധം കോൺഗ്രസ് എല്ലാ കാലത്തും വെച്ച് പുലർത്തിയിട്ടുണ്ട്. അതിപ്പോൾ BJPയുടെ കയ്യിലേക്ക് മാറിപ്പോയിട്ടുണ്ട് എന്ന വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളൂ. എന്നാലും ഇവരുടെ താല്പര്യങ്ങൾ പൊതു താല്പര്യങ്ങളാണ്. അവരുടെ സാമ്പത്തിക നയം എന്ന് പരിശോധിച്ചാലും ഈ രണ്ട് വർഗ്ഗങ്ങളുടെയും താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള വർഗ്ഗ നയമാണ് അവർ തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്നും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ കോൺഗ്രസ് BJP സഖ്യം എന്ന് പറയുന്നത് പുറമെ നിൽക്കുന്ന കോൺഗ്രസും BJPയും തമ്മിൽ തെരഞ്ഞെടുപ്പുകളിൽ മാത്രം നിൽക്കുന്ന സഖ്യമാണ് എന്ന് കരുതണ്ട. എല്ലാ കാലത്തും അവരുടെ താല്പര്യങ്ങൾ പൊതു താല്പര്യങ്ങളാണ്. പിന്നെ അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത് ആര് ഭരിക്കണം എന്ന കാര്യത്തിൽ മാത്രമാണ്. അതിപ്പോൾ 1959 വിമോചന സമരം നടന്ന് ആ വിമോചന സമരത്തിന് ഈ കേരളത്തിലെ എല്ലാ ജാതിമത പാർട്ടികളും ഒരുമിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് അണിനിരുന്നല്ലോ. ആ സമരത്തിന് അവസാനം പിന്തുണ കൊടുത്തിട്ടാണല്ലോ മന്ത്രിസഭയെ പിരിച്ചുവിടാൻ ജവഹർലാൽ നെഹ്റു അടക്കം തയ്യാറായത്. ആ നെഹ്റു തന്നെയാണല്ലോ ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടി മതനിരപേക്ഷയ്ക്ക് വേണ്ടി നിന്നിരുന്ന നെഹ്റു തന്നെയാണ് ഇന്ത്യ ചൈന യുദ്ധം വന്നപ്പോൾ RSSന് മാന്യമായ പദവി നൽകി ദേശീയതയ്ക്ക് വേണ്ടി പോരാടുന്നവർ ഇവർ കൂടെയാണ് എന്ന് പ്രഖ്യാപിച്ചത്. ശാസ്ത്രീയത തുടർന്നിട്ടുണ്ട്. ശ്രീമതി ഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ 20 പരിപാടിക്കും 5 പരിപാടിക്കും പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് RSS കത്തയക്കുന്നുണ്ട്. രാജീവ് ഗാന്ധി മറ്റേ രാമജന്മഭൂമി പ്രശ്നത്തിൽ BJPക്ക് അനുകൂലമായ സമീപനം സ്വീകരിക്കുന്നുണ്ട്. ഇങ്ങനെ നോക്കിയാൽ കോൺഗ്രസിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ഇന്ന് വരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ അവർ പലപ്പോഴും മൃദു ഹിന്ദുത്വത്തിൻ്റെ സമീപനമാണ് എടുത്തു വന്നിരുന്നത് എന്ന് ഒരു സംശയവുമില്ലാതെ പറയാൻ വേണ്ടി പറ്റും. ഇപ്പോഴും അവർ അതേ നയം തന്നെയാണ് തുടരുന്നത്. വസന്ത് പറഞ്ഞത്, വേണുഗോപാലൻ പറഞ്ഞത് ചരിത്രമാണ്. താങ്കളുടെ പാർട്ടി തുടർന്ന് വന്നിരുന്ന മൃദു ഹിന്ദുത്വ സമീപനം അത് ഇപ്പോഴും തുടർന്ന് മൃദു ഹിന്ദുത്വം എന്നുള്ളത് മാറിയോ എന്നുള്ളതാണ് ഇപ്പോഴും പരിശോധിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഒരു പ്രശ്നം, നേരത്തെ ഇടയ്ക്ക് വേണുഗോപാലൻ പറഞ്ഞ ഒരു പ്രശ്നം, മറ്റേ ശ്യാമപ്രസാദ് മുഖർജിയുമായി ബന്ധപ്പെട്ട പ്രശ്നം ഓർമ്മിച്ചപ്പോൾ ഒരു കാര്യം ഞാൻ ഓർത്തതാണ്. RSSൻ്റെ നേതാവ് ശ്യാമപ്രസാദ് മുഖർജിയെ സ്വന്തം ക്യാബിനറ്റിൽ മന്ത്രിയാക്കാൻ നെഹ്റു കാണിച്ച വലിയ മനസ്സ്, വർഗീയ ഫാസിസത്തോട് പോലും സന്ധി ചെയ്യാൻ കാണിച്ച വലിയ മനസ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നെഹ്റുവിനെ അപമാനിച്ച KPCC അധ്യക്ഷൻ K. സുധാകരൻ നമുക്ക് മുന്നിലുണ്ട്. KPCC അധ്യക്ഷനാണ് പറഞ്ഞത്. അതേ പാർട്ടിയുടെ തന്നെ നേതാവ് കൂടിയായ VD സതീശനാണ് ഗോൾവൽക്കറുടെ മുന്നിൽ പോയി നിലവിളിക്ക് കൊടുക്കുകയും ചെയ്തത്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് വീണ്ടും വന്നതെന്ന് പറയുക, ന്യായം പറയുകയാണ്. ഇവിടെ CPM ആണ് താണ്ട RSSുമായി ചേർന്ന് സന്ധി ഉണ്ടാക്കുന്നത്, ധാരണ ഉണ്ടാക്കുന്നത്. എവിടെയാണ് നിങ്ങൾ ആരെയാണ് പറ്റിക്കുന്നത് വസന്ത്? അല്ല, രണ്ട് കാര്യത്തിന് ഉത്തരം പറയാം. ഒന്ന്, നേരത്തെ പറഞ്ഞ നിരീക്ഷകൻ, ആ നിരീക്ഷകൻ പറഞ്ഞത് EMSനെ പറ്റിയാണ്. EMS വലിയ കാര്യമായി ഇടപെട്ട കാര്യങ്ങളാണ് RSSനെതിരായിട്ട്. EMSന്റെ കാലത്തെ കഥയാണ് പറഞ്ഞത്. നോക്കൂ, RSS നേതാക്കളുടെ ഒപ്പം നിങ്ങളുടെ നേതാവ് ഇരിക്കുന്നത് ചരിത്രത്തിൽ ജനസംഘ വേദിയിൽ LK അദ്വാനിക്കും ജ്യോതി ബസുവിനും ഇപ്പുറത്തും അപ്പുറത്തും ഒക്കെ ആയിട്ട് ഇരിക്കുന്നത് EMS ഒക്കെയാണ് കേട്ടോ. അതുകൊണ്ട് ചരിത്രത്തിലും നിങ്ങൾ BJPക്ക് സീറ്റുകൾ കൂട്ടിക്കൊടുത്തതിന്റെ മുറിപ്പാടുകൾ ഉണ്ട്. ഇനി രണ്ട്, അദ്ദേഹം ചരിത്രം ഒരുപാട് പറഞ്ഞുകൊണ്ട് ഞാൻ റീസെന്റ് അനുഭവം പറയാം. ഇപ്പൊ അങ്ങനെ അദ്ദേഹം പറയാണ്, എന്താണ് ചരിത്രത്തിൽ ഇതുപോലെ കോൺഗ്രസ് BJP ബാന്ധവം ഉണ്ടെന്ന്. നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത് തൃശ്ശൂർ സീറ്റുമായി ബന്ധപ്പെട്ട്. തൃശ്ശൂരിൽ ചരിത്രത്തിൽ ആദ്യമായി BJPക്ക് ഒരു സീറ്റ് ഉണ്ടായതുമായി ബന്ധപ്പെട്ടാണല്ലോ. ആരാണ് തൃശ്ശൂരിൽ ഇലക്ഷന് തൊട്ട് മുമ്പ് സുരേഷ് ഗോപിയാണ് MP ആവാൻ ഏറ്റവും പ്രമുഖൻ, ഏറ്റവും നീറ്റ് ആൻഡ് ക്ലീൻ മനുഷ്യൻ സുരേഷ് ഗോപിയാണ് എന്ന് പറഞ്ഞത് BJP നേതാക്കൾ അല്ലാതെ പറഞ്ഞത് ആരാണ്? അങ്ങനെ പറഞ്ഞത് തൃശ്ശൂരിൽ CPMന്റെ ജില്ലാ സെക്രട്ടറി കഴിഞ്ഞാൽ തൃശ്ശൂരിനെ സംബന്ധിച്ച് ആ ജില്ലയുടെ തന്നെ മേയറായ തൃശ്ശൂർ മേയർ MK വർഗീസ് ആണ്. ആരാണ് MK വർഗീസ്? MK വർഗീസ് CPM മെമ്പറാണ്, CPMന്റെ മേയറാണ്. ആ മേയറാണ് പറഞ്ഞത് സുരേഷ് ഗോപി മിടുക്കനാണ്, അടിപൊളിയാണ്, സൂപ്പറാണ്, നിങ്ങൾ വോട്ട് കുത്തിക്കോളാൻ. എന്ത് നടപടി സ്വീകരിച്ചു പാർട്ടി? മേയർ സ്ഥാനത്ത് നിന്ന് മാറ്റിയോ?
അല്ല പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് മാറ്റിയോ, വിലക്കിയോ, ശാസിച്ചോ? വസന്ത്, അതിനകത്ത് ഒന്നും ചെയ്തില്ലല്ലോ. ഒന്ന് ഇടപെടേണ്ടതുണ്ട്. കാരണം ഈ അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് വസന്ത് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ. ഒന്ന് മറ്റേ ജനസംഘവുമായി ബന്ധപ്പെട്ട് അന്ന് 77 ആ സാഹചര്യമൊക്കെ നമുക്കറിയാം. ജനസംഘവുമായി ബന്ധപ്പെട്ട് അന്ന് നടന്ന തെരഞ്ഞെടുപ്പ് അല്ല, അതുമായി ബന്ധപ്പെട്ട് ഇവിടെ വസന്ത് അടക്കമുള്ള നേതാക്കൾ അല്ല, ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ടില്ല. വസന്ത് അടക്കമുള്ള നേതാക്കൾ എം കെ വർഗീസിനെ വലിയ തരത്തിൽ വലിയ ആളാക്കി കൊണ്ടുവരുന്ന അതിന്റെ ഉദ്ദേശം ഈ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നു, ശ്രീ കെ വേണുഗോപാലും മനസ്സിലാകുന്നില്ല. എനിക്കറിയില്ല ഈ എം കെ വർഗീസ് പാർട്ടിയുടെ നിലപാടുകൾ പറയുന്ന ആളായിരുന്നു എന്ന് എനിക്കറിയില്ല. CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അതിന്റെ ജില്ലയിലെ കാര്യങ്ങൾ പറയുന്നതിന് ജില്ലാ സെക്രട്ടറി ഉണ്ട്. എം കെ വർഗീസിനെ എന്തെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. ആ വിവാദം അന്ന് തന്നെ അദ്ദേഹം തിരുത്തുകയും ചെയ്തു. ശ്രീ വേണുഗോപാലൻ, അദ്ദേഹം പറഞ്ഞതിന് താങ്കൾക്ക് പറയാനുണ്ടാകാം ഒരു പക്ഷേ. അതിലെ ആ പടം കാണിച്ചത് ഈ ജനതാ പാർട്ടി എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടി ഉണ്ടായിരുന്നല്ലോ, അത് ഭാരതീയ ജനതാ പാർട്ടി അല്ല, ജനതാ പാർട്ടി മറ്റേ വെസ്റ്റ് മിസ്റ്റർ നിങ്ങൾ പറയുമ്പോൾ ഞാൻ ഇടപെട്ടില്ല. മര്യാദയ്ക്ക് പറയുന്നത് കേൾക്ക്. ഇല്ല, ഞാൻ പറഞ്ഞു താങ്കൾ പറഞ്ഞോളൂ. വസന്ത് തിരുത്തുണ്ടെങ്കിൽ എന്ന് പറഞ്ഞോട്ടെ. വസന്ത് പ്ലീസ്, വസന്ത് തിരുത്തുക. അതെ, അതിനദ്ദേഹം മറുപടി പറയട്ടെ. അതിനദ്ദേഹം മറുപടി പറയട്ടെ. വസന്ത് ക്ഷമിക്കുന്നില്ലേ? അദ്ദേഹം മറുപടി പറയട്ടെ. വേണുഗോപാലൻ മറുപടി പറയട്ടെ. പറഞ്ഞോളൂ. 1977 ഞാൻ ഭീഷണിപ്പെടുത്താനൊന്നും വന്നില്ലല്ലോ. ശ്രീ വേണുഗോപാൽ താങ്കൾ പറയൂ. ഞാൻ മര്യാദയ്ക്ക് വർത്താനം പറഞ്ഞു. വേണുഗോപാൽ താങ്കൾ പറയൂ. 1977 ജനതാ പാർട്ടി ഉള്ളോ, ജനസംഘം ഇല്ല. ആ ജനതാ പാർട്ടീനെ അന്നത്തെ ഇടതുപക്ഷം പിന്തുണച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പിന്തുണച്ചിട്ടുണ്ട്, ഒരു സംശയമില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇന്ദിരാഗാന്ധി നടപ്പിലാക്കിയ അടിയന്തരാവസ്ഥയ്ക്കെതിരായ പോരാട്ടത്തിൽ ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ വളർന്നു വന്ന സമ്പൂർണ്ണ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ജനതാ പാർട്ടി രൂപീകരിക്കപ്പെടുന്നത്. ആ ജനതാ പാർട്ടീനെ CPIM പിന്തുണച്ചിട്ടുണ്ട്. ജനതാ പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ അവർ ഞങ്ങൾക്ക് അധികാരം തരാമെന്ന് പറഞ്ഞു, ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞ് പുറത്തുനിന്ന് പിന്തുണയ്ക്കാമെന്ന് പറഞ്ഞ് പുറത്തുനിന്ന് പിന്തുണച്ച പാർട്ടി ഞങ്ങളുടെ പാർട്ടി. അപ്പോൾ ആ പ്രതിപക്ഷ ഐക്യത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഫോട്ടോ എടുത്ത് കാണിച്ച് ഞങ്ങൾ പണ്ട് ജനസംഘത്തിൻ്റെ കൂടെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ചരിത്രം അറിഞ്ഞവർക്കൊക്കെ തന്നെ ആ ഫോട്ടോയിൻ്റെ പിന്നിൽ ചരിത്രം അറിയാം എന്നാണ് ഞാൻ താങ്കളോട് പറയുന്നത്. പിന്നെ RSSകാരെ മുഴുവൻ കോൺഗ്രസിൽ ചേർക്കണം എന്ന് കോൺഗ്രസ് ഒരു കാലത്ത് തീരുമാനിച്ചിരുന്നു. ജവഹർലാൽ നെഹ്റു പുറത്തു പോയപ്പോൾ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി തീരുമാനിച്ചതാണ് RSSകാരെ മുഴുവൻ കോൺഗ്രസിൽ ചേർക്കണം എന്ന്. നെഹ്റുവാണ് അന്ന് തീർത്തത്, അല്ലെങ്കിൽ ഇത് നടന്നു പോകുമായിരുന്നു എന്ന കാര്യവും കൂടി താങ്കൾ മനസ്സിലാക്കി വെക്കുക. ചരിത്രം പഠിക്കുന്നത് നല്ലതാണ് ചർച്ചയ്ക്ക് പോകുമ്പോൾ. പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് കാര്യമില്ല, കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുകയാണ് നല്ലത്. പിന്നെ CPM-ൻ്റെ തൃശ്ശൂർ ജില്ലയിലെ പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്നത് MM വർഗീസാണ്, MK വർഗീസ് അല്ല. MK വർഗീസ് പറഞ്ഞതിലെ തെറ്റ് അവിടുത്തെ പാർട്ടി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അതിനെപ്പറ്റി വലിയ വർത്താനൊന്നും പറയണ്ട, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു മേയർ ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ടി ജില്ലാ സെക്രട്ടറി എന്ത് എന്നതിനെക്കുറിച്ച് കൃത്യമായി അറിയാവുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ എല്ലാവരും എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. മേയർ നിങ്ങൾക്ക് വലുതാവും, പക്ഷേ ഞങ്ങൾക്ക് വലുതല്ല. ഞങ്ങൾക്ക് വലുത് പാർട്ടി സെക്രട്ടറിയാണ്. പാർട്ടി സെക്രട്ടറി കൃത്യമായും അതിനെക്കുറിച്ച് അന്ന് തന്നെ വ്യക്തമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം കൂടി ബഹുമാന്യനായ കോൺഗ്രസ് നേതാവ് മനസ്സിലാക്കി. പക്ഷേ എനിക്ക് തോന്നുന്നു താങ്കൾ സൂചിപ്പിച്ചത് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല വസന്ത എന്ന് പറഞ്ഞു. വസന്ത് കൃത്യമായി ചെറിയ ചെറിയ വിഷയങ്ങൾ കൊണ്ടുവരികയും വലിയ സംഭവങ്ങളാക്കി മാറ്റുകയും ചെയ്യും. അതിലൊന്നും MK വർഗീസിൻ്റെ കാര്യമാണ്. പിന്നെ മറ്റേ ജനതാ പാർട്ടിയുമായി ബന്ധപ്പെട്ട ചിത്രവും അടക്കം കാണിച്ചു. ഏതായാലും ഈ മുതിർന്ന മാധ്യമപ്രവർത്തകൻ രാജേന്ദ്രൻ പന്തളം കൂടി നമ്മോടൊപ്പം ചേരും. ശ്രീ രാജേന്ദ്രൻ പന്തളം, ഈ നമ്മൾ ഇപ്പോൾ സംസാരിച്ചപ്പോൾ ശ്രീ വേണുഗോപാലൻ ഉന്നയിച്ച പ്രശ്നം, അതോടൊപ്പം തന്നെ വസന്ത് ചൂണ്ടിക്കാട്ടിയ പ്രശ്നങ്ങൾ, ഇതിലെല്ലാം മുഴച്ചു നിൽക്കുന്ന പ്രധാന പ്രശ്നം ഇവിടെ എങ്ങനെയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി പല കാലഘട്ടങ്ങളിലായി RSSന് വഴിപ്പെട്ടു പോയത്, എങ്ങനെ കേരളത്തിൽ RSSന് വഴിയൊരുക്കി, എങ്ങനെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ RSSന് സഹായം ചെയ്തു, BJPക്ക് സഹായം ചെയ്തു, ഇതിനൊക്കെ കൃത്യമായ കോൺഗ്രസ്സിന് റോളുണ്ട്. അതാണ് നേരത്തെ പറഞ്ഞത്, അധികാര തർക്കം മാത്രമേ, വേണുഗോപാലൻ പറഞ്ഞ വാക്കുകൾ ഒരു കൂടി, അധികാര തർക്കം മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. അവരുടെ വഴികളൊന്ന്, അവരുടെ ചിന്തകളൊന്ന്, അവരുടെ മാർഗങ്ങളൊന്ന്. താങ്കൾക്ക് അനുഭവങ്ങൾ ഉണ്ടാകും. താങ്കളൊരു മുതിർന്ന മാധ്യമപ്രവർത്തകനാണ്. പല കാലഘട്ടങ്ങളിൽ പല കോണുകളിൽ നമ്മൾ 91 വടകര കണ്ടു. ഏറ്റവും ഒടുവിലായി വീണ്ടും ഒരു വടകര കൂടി കാണുകയും ചെയ്തു. ഈ കോലീബി എന്ന് പറയുന്ന അന്ന് അവർ ലീഗിനെ കൂടി അതിനകത്ത് പിടിച്ചിട്ട് അവരുടെ തന്ത്രത്തിൻ്റെ ഭാഗമായി പിടിച്ചെടുക്കുകയും ചെയ്തു. ആ കോലീബി ഇപ്പോഴും ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇത് കേരള രാഷ്ട്രീയത്തിലെ മലീമസമായി മാലിന്യത്തിൻ്റെ ഒരു കൂമ്പാരമാക്കി മാറ്റുന്നതിൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയുമോ? ഇങ്ങനെ രാഷ്ട്രീയത്തെ മലീമസമാക്കുന്നതിൽ കോൺഗ്രസിന് ഉത്തരവാദിത്വം മാറി നിൽക്കാൻ കഴിയുമോ? ഈ മതനിരപേക്ഷ മണ്ണിൽ നിന്നുകൊണ്ട് കോൺഗ്രസ് കാണിക്കുന്ന ഇത്തരം പരിപാടികൾ ഇനിയെങ്കിലും അവസാനിപ്പിക്കേണ്ടതല്ലേ?
ഈ വസന്തും വേണുഗോപാലും ഇപ്പൊ നടത്തിയ ആ ചൂടുപിടിച്ച ആ സംവാദം ഉണ്ടല്ലോ, അത് വളരെ വിജ്ഞാനപ്രദമായിരുന്നുവെങ്കിലും നമ്മൾ ഇക്കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ അലയടിച്ച ആരാണ് കൂടുതൽ RSS വിരുദ്ധൻ എന്നൊരു ചിന്തയുടെ, അല്ലെങ്കിൽ ഞങ്ങളാണ് കൂടുതൽ RSS വിരുദ്ധർ എന്ന് ഇരുപക്ഷവും കോൺഗ്രസും CPM ഒരുപോലെ അതിനുവേണ്ടി ഒരു മത്സരം, അക്കാര്യത്തിലൊരു മത്സരമാണ് ശരിക്കും ആ തെരഞ്ഞെടുപ്പുകളിൽ നടന്നത്. ഞങ്ങളാണ് RSSനെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത്, അല്ല ഞങ്ങളാണ് എതിർക്കുന്നത് കോൺഗ്രസും തമ്മിലൊരു മത്സരത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പുകൾ ചുരുങ്ങിപ്പോയി. ഇവിടെ നമ്മളിപ്പോ അങ്ങേ അറ്റത്തുനിന്ന് ആലോചിക്കുമ്പോൾ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തത്വപരമായിട്ട് RSSുമായിട്ടോ അല്ലെങ്കിൽ BJPയുമായിട്ടോ യോജിച്ചു പോകാൻ കഴിയുകയില്ല എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാന തത്വം. എന്തെന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ്. അതേസമയം ഈ RSS എന്നൊക്കെ പറയുന്ന കക്ഷികൾ ആശയവാദത്തിൽ, ഹെഗേലിയൻ ആശയവാദത്തിൽ വിശ്വസിക്കുന്ന കക്ഷികൾ. അപ്പൊ അടിസ്ഥാനപരമായി തന്നെ അവിടെ വ്യത്യാസമുണ്ട്. പിന്നെ BJP എന്ന് പറയുന്നതും RSS എന്ന് പറയുന്നതും റൈറ്റ് ഓഫ് സെന്റർ ആയിട്ട് നിൽക്കുന്ന കക്ഷിയാണ്. ശരിയായിട്ടും അതിന്റെ ഒരു വിലയിരുത്തൽ അങ്ങനെ തന്നെയാണ്. കോൺഗ്രസ് ആകട്ടെ സെൻട്രലിൽ നിൽക്കുന്ന ഒരു കക്ഷിയാണ്. ഇങ്ങേയറ്റത്ത് ഇടതുപക്ഷത്ത് നിൽക്കുന്ന കക്ഷിയാണ് CPM. അപ്പോ ആശയപരമായി അവർക്ക് തമ്മിൽ യോജിച്ചു പോകാൻ ഒരു സ്പേസ് ഇല്ല എന്നുള്ളതൊരു വാസ്തവമാണ്. എങ്കിലും പ്രായോഗികമായിട്ട് ചിലതൊക്കെ ചില സന്ദർഭങ്ങളിൽ സംഭവിച്ചിരിക്കാം. ഉദാഹരണത്തിന് EP ജയരാജന്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്നുണ്ട് കേരളത്തിൽ. പക്ഷേ EP ജയരാജനെതിരെ ഉടനടി പാർട്ടിയുടെ നടപടി ഉണ്ടായി, അദ്ദേഹത്തിനെ തരം താഴ്ത്തുകയുണ്ടായി. അതേസമയം ഇവിടെ അൻവർ തന്നെ ഉന്നയിച്ച, PV അൻവർ തന്നെ ഉന്നയിച്ച, ഇപ്പൊ വീണ്ടും ആവർത്തിച്ച ഒരു ആരോപണമുണ്ടല്ലോ, പുനർജനി കേസിലെ അഴിമതി, വിദേശ ഫണ്ട് മറിച്ചതിന്റെ പേരിലുള്ള അഴിമതി കേസ് ഒതുക്കാൻ വേണ്ടി VD സതീശൻ RSS നേതാക്കളെ കണ്ടു, അദ്ദേഹമാണ് ഈ തൃശൂർ പൂരം കുളമാക്കിയത് എന്നൊക്കെ ഉള്ളതിന് ഇപ്പോ ഏറ്റവും ഒടുവിൽ VD സതീശൻ പറഞ്ഞിരിക്കുന്ന മറുപടി, അത് ED അന്വേഷിക്കട്ടെ, CPMന്റെ കേസിനോടൊപ്പം ED അന്വേഷിക്കട്ടെ, അല്ലാതെ പാർട്ടി തലത്തിലുള്ള ഒരു അന്വേഷണം ഉണ്ടാകുമെന്നൊന്നും നമ്മൾ അറിയുന്നുമില്ല. മാത്രമല്ല ഇത് വസ്തുതകളുടെ, ഞാൻ ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ച് പറയുന്നതല്ല. അതുപോലെ തന്നെ KPCC പ്രസിഡന്റ് അധികാരം ഏറ്റെടുത്ത് ഏതാളും അത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. ശരിയായിട്ട് അദ്ദേഹം ഒരു കാഴ്ചപ്പാട് ഉന്നയിച്ചു. അതായത് ഈ RSS എന്ന് പറയുന്ന അത്ര അപകടകരമല്ല. എന്തെന്ന് വെച്ചാൽ ഈ റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ ഒരു വലിയ പ്രചാരണം ഉണ്ടായിരുന്നു, അവർ വൃദ്ധന്മാരെ ഒന്നും വെച്ചുകൊണ്ടിരിക്കത്തില്ല, അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തെ മാത്രമേ അവിടെ വെച്ചുകൊണ്ടിരിക്കും, ബാക്കിയുള്ളവരെല്ലാം കശാപ്പ് ചെയ്യും എന്ന് വലിയൊരു പ്രചാരണം ഇവിടെ നമ്മുടെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലായിരുന്നെങ്കിലും പ്രചാരത്തിലുണ്ടായിരുന്നു, കേരളത്തിലും പലരും പറഞ്ഞു നടന്നു. എന്നതുപോലെ RSS അല്ലെങ്കിൽ BJP വന്നു കഴിഞ്ഞാൽ ഈ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ എല്ലാം ഇവിടെ നിന്ന് പറഞ്ഞയക്കും എന്നുള്ള വമ്പിച്ച ഒരു നറേറ്റീവ് വളരെ വിജയകരമായിട്ട് കേരളത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു ന്യൂനപക്ഷങ്ങളുടെ വളരെ അപകടകരമായിട്ടുള്ള ഒരു ഇൻസെക്യൂരിറ്റി ബോധം, സുരക്ഷിതത്വമില്ലായ്മ എന്നൊരു ബോധം നിലനിർത്താൻ ഇരു പാർട്ടികളും അവരുടെ രാഷ്ട്രീയ അജണ്ടയ്ക്ക് അനുകൂലമാം വിധം ശ്രമിച്ചിട്ടുണ്ട്. കേരളത്തിൽ അത് വളരെ ശക്തമായിട്ട് അതിന് തമ്മിൽ ആ ന്യൂനപക്ഷ വോട്ടിന് വേണ്ടി, താങ്കൾ ശ്രീ രാജേന്ദ്രൻ പന്തളം, നമ്മൾ ഉന്നയിച്ച പ്രശ്നം ഇവിടെ പല കാലഘട്ടങ്ങളിൽ ഈ RSSമായി ഒളിഞ്ഞും തെളിഞ്ഞും നടത്തിയിരുന്ന ഈ കോൺഗ്രസിന്റെ നീക്കുപോക്കുകൾ, ആ നീക്കുപോക്കുകൾ കേരള രാഷ്ട്രീയത്തെ, ഞാൻ ചോദിച്ച ചോദ്യം ഒന്നും കൂടി പറയുകയാണ്, കേരള രാഷ്ട്രീയത്തെ മലീമസമാക്കിയിട്ടുണ്ട്, ഈ മതനിരപേക്ഷ മണ്ണിനെ വല്ലാതെ കളങ്കപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ കോൺഗ്രസിന് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ? ആ ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. അതെ, കോൺഗ്രസിന്റെ കാര്യത്തിൽ നമുക്കറിയാവുന്ന എല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഈ ചരിത്ര വർത്തമാനങ്ങളിൽ തന്നെ ഉണ്ടത്. അതായത് PP മുകുന്ദൻ എന്ന് പറയുന്ന RSS നേതാവ് മൺമറഞ്ഞു പോകുന്നതിന് മുമ്പ് പറഞ്ഞ ഒരു കാര്യമാണ്, K കരുണാകരനെയും അതുപോലെ തന്നെ മുരളീധരനെയും ഒക്കെ, പത്മജിയുടെ കാര്യം പറഞ്ഞിട്ടില്ല, അവരിപ്പോ BJPയിലേക്ക് തന്നെ പോയിട്ടുണ്ട്, അവിടെ സഹായിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഹിന്ദു പത്രം ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ആന്ധ്രാപ്രദേശ് അല്ല, തെലുങ്കാനയിലെ രേവന്ത് റെഡ്ഡി, ഇപ്പൊ അവിടെ വൻ വിജയം തെലുങ്ക് ദേശത്തിന് എതിരെ നേടിയ രേവന്ത് റെഡ്ഡി, അദ്ദേഹത്തിനെ പറ്റി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അത് പറഞ്ഞതായിട്ടാണ്. അതായത് ജമായത്തെ മുസ്ലിമിന്റെ നേതാവായിട്ടുള്ള അസറുദ്ദീൻ ഒവൈസി പറഞ്ഞതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം അവിടെ ഭാഗ്യലക്ഷ്മി ക്ഷേത്രം, ഹൈദരാബാദിലെ ഭാഗ്യലക്ഷ്മി ക്ഷേത്രത്തിലെ RSS
ശാഖയിൽ പ്രവർത്തിച്ചിരുന്ന ആളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാവുന്ന പോലെ അസമിൽ മറ്റൊരു മുഖ്യമന്ത്രി, അസമിലെ ഹിമന്തോ ബിശ്വാസ് ഇപ്പൊ BJP കാരനാണെങ്കിലും കോൺഗ്രസിൽ നിന്നാണ് വന്നത്. അപ്പോ ഇത് കോൺഗ്രസ് ശ്രീ രാജേന്ദ്രൻ പന്തൽ, താങ്കൾ പറഞ്ഞു വരാൻ പോകുന്ന കാര്യം മനസ്സിലാകുന്നുണ്ട്. കാരണം കോൺഗ്രസ് ഇല്ലെങ്കിൽ RSS ഇല്ല. കോൺഗ്രസ് ആണ് RSSന്റെ വളക്കൂറുള്ള മണ്ണ് എന്നുള്ളത് രാജ്യത്ത് എല്ലാവർക്കും അറിയാവുന്നത്, എല്ലാവർക്കും അറിയാൻ കഴിയും. ശ്രീ രാജേന്ദ്രൻ പന്തളം, ഈ ഒരുപക്ഷെ എനിക്ക് താങ്കൾ നേരത്തെ ഉന്നയിച്ച പ്രശ്നത്തിൽ വസന്തിന് ചില കാര്യങ്ങൾ പറയാനുണ്ട്. വസന്ത്, ഈ പണ്ട് അദ്ദേഹം പറഞ്ഞത്, ഈ മറ്റേ രാജേന്ദ്രൻ പന്തളം പറഞ്ഞ കാര്യം, നിലവിൽ ഈ കെ സുധാകരൻ വലിയ തരത്തിൽ RSSനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. കണ്ണൂരിലെ എടക്കാട്, തോട്ടട, കിഴുന്ന മേഖലയിൽ RSS ശാഖ തകർക്കാൻ CPM ശ്രമിച്ചിരുന്നു. ആ സമയത്ത് താൻ ആളുകളെ അയച്ച് ശാഖകളെ സംരക്ഷിച്ചിരുന്നു. ഇത് KPCC അധ്യക്ഷൻ കുറച്ചു നാൾക്ക് മുമ്പ് പറഞ്ഞതാണ്. ആ കാലങ്ങളിൽ വിവാദങ്ങളുടെ പൊടിപൂരമായിരുന്നു. പിന്നീട് അദ്ദേഹം തിരുത്തി. പക്ഷേ വളരെ കൃത്യമായി അദ്ദേഹം എടുത്തു പറഞ്ഞ സ്ഥലപ്പേരുകളാണ്. കണ്ണൂരിലെ എടക്കാട്, തോട്ടട, കിഴുന്ന മേഖലയിൽ RSS ശാഖ തകർക്കാതിരിക്കാൻ വേണ്ടി സംരക്ഷണം കൊടുത്തയാളാണ് താങ്കളുടെ KPCC, താങ്കളുടെ പാർട്ടിയുടെ അധ്യക്ഷൻ. ആ അധ്യക്ഷൻ്റെ ചുമലിൽ നിന്നുകൊണ്ട്, ആ അധ്യക്ഷനെ പിടിച്ചുകൊണ്ടാണോ താങ്കൾ പറയുന്നത് CPM ആണ് ഇവിടെ RSSന് വഴിയൊരുക്കി കൊടുക്കുന്നത്, BJP വഴിയൊരുക്കി കൊടുക്കുന്നു എന്നുള്ളത്? കേരളത്തിൽ BJPക്ക് സാധ്യത ഉണ്ട് എന്ന് അവർ തന്നെ പറഞ്ഞ 2 സീറ്റുകൾ, ഒന്ന് തൃശ്ശൂരും 2 തിരുവനന്തപുരവുമാണ്. ആണ് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയുമായി അദ്ദേഹം മികച്ച സ്ഥാനാർത്ഥിയാണ്, സൂപ്പറാണ്, ജയിക്കും എന്ന് പറയാൻ വേണ്ടി CPM നിയോഗിച്ചത് അന്നത്തെ LDF കൺവീനർ ആയിരുന്ന ജയരാജനെയാണ്. ആ ജയരാജനാണ് BJP നേതാവുമായി ബന്ധപ്പെട്ട് മീറ്റിംഗ് നടത്തിയത്. രണ്ടാമത് തൃശ്ശൂരായിരുന്നു അവർ സാധ്യത പറഞ്ഞാൽ അവിടെ അവർ ജയിക്കുകയും ചെയ്തു. അവിടേക്ക് പറഞ്ഞു വിട്ടത് ADGP അജിത് കുമാറിനെയാണ്. എന്തിനാണ് അജിത് കുമാർ അവിടെ പോയത് എന്നുള്ളത് പറഞ്ഞാൽ ഈ ചരിത്രം മാന്തുന്നതിനേക്കാൾ വൃത്തിക്ക് നിങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. 2, അജിത് കുമാറിനെ എന്തിനാണ് ഇപ്പോഴും സംരക്ഷിക്കുന്നത് എന്നതിന്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെളി വാഴി എറിയുന്നത് ഒഴിവാക്കാനും സാധിക്കും. ഇനി അതിന് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാനും തിരിച്ചു പറഞ്ഞുകൊണ്ടിരിക്കാം. 2, ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നേരത്തെ ശ്രീ വേണുഗോപാൽ, അദ്ദേഹം എന്നെ ചരിത്രം പഠിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. നല്ല കാര്യം, അദ്ദേഹത്തിന്റെ ക്ലാസ് ഞാൻ അദ്ദേഹത്തിന് നന്ദി അർപ്പിക്കുകയാണ്. പക്ഷേ അദ്ദേഹം പറയുന്നത് മാത്രമാണ് ചരിത്രം, അല്ലെങ്കിൽ അദ്ദേഹം വായിച്ച ലൈബ്രറിയിലെ പുസ്തകങ്ങൾ മാത്രമാണ് ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പാടെ വിഴുങ്ങാൻ തൽക്കാലം എനിക്ക് സൗകര്യം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നോക്കൂ, നിങ്ങൾ ഈ ജനതാ പാർട്ടി എന്നൊക്കെ പറയുമ്പോൾ ആ വേദിയിൽ LK അദ്വാനി ഉണ്ട്. ആരാണ് അദ്വാനി? RSSലൂടെ കടന്നു വന്ന ജനതാ പാർട്ടി ഉണ്ടാവുന്ന സമയത്ത് RSS വളരെ കൃത്യമായി തങ്ങളുടെ റെപ്രസെന്റേറ്റീവ് എന്ന് പറഞ്ഞു വിട്ട RSSലെ ചുമതലകൾ ഒഴിവാക്കി രാഷ്ട്രീയ പ്രവേശനത്തിനും രാഷ്ട്രീയ ഇടപെടലിനും വേണ്ടി ഇതാ വിടുന്നു എന്ന് പറഞ്ഞ് അന്നത്തെ RSSന്റെ സർസംഘചാലക് വ്യക്തമായി പ്രസ് റിലീസ് ഇറക്കി പറഞ്ഞു വിട്ട ആളായിരുന്നു ആര്? അദ്വാനി. അപ്പൊ അന്നത്തെ CPM നേതാക്കൾക്ക് അറിയില്ലായിരുന്നോ ഇത് RSSന്റെ നേതാവാണ്, RSS സ്പോൺസേർഡ് ആണ്, RSSന്റെ പിന്തുണയോടുകൂടിയാണ് നിങ്ങൾ ഈ പണിക്ക് പോകുന്നതെന്ന്? അപ്പൊ അദ്വാനിയുടെ കൂടെ ഇരുന്നിട്ട് ഇത് അങ്ങനെയല്ല, ഇത് മാനല്ല, ഇത് ആടാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചോളൂ. നല്ല കാര്യം, നിങ്ങളെ വിശ്വസിക്കുന്നവരും വിശ്വസിക്കും, പൊതുജനം അത് വിശ്വസിക്കില്ല. നിലവിൽ കേരളത്തിന്റെ പൊതു മനസാക്ഷി നിങ്ങളോട് ചോദിക്കുന്നത് 2 ചോദ്യങ്ങളാണ്. 1, അജിത് കുമാർ എന്തിനവിടെ പോയി? 2, അജിത് കുമാർ പോയത് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് ഇത്ര കാലം മറച്ചു വെച്ചു? 3, ഇനി നിങ്ങൾ ഇപ്പോഴാണ് അറിഞ്ഞതെങ്കിലും അജിത് കുമാറിനെതിരെയുള്ള നടപടി എന്തേ വൈകുന്നു? ഉത്തരം പറയാമോ? രണ്ടാമത് അദ്ദേഹത്തിന് തന്നെയാണ് എന്റെ ഉത്തരം. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്താണ്? അവിടുത്തെ MK വർഗീസ് അല്ല MM വർഗീസ് ആണ് CPMന്റെ ജില്ലാ സെക്രട്ടറി എന്ന്. ഞാൻ പറഞ്ഞ തൃശൂർ മേയർ MK വർഗീസിനെ പറ്റിയാണ്. MK വർഗീസിനെ സംബന്ധിച്ച് അദ്ദേഹം തൃശൂർ മേയർ എന്നുള്ള നിലയിൽ പാർട്ടിയുടെ ജനകീയ മുഖമാണ് എന്ന് പറഞ്ഞത് അവിടുത്തെ വേദിയിൽ പോയി പ്രസംഗിച്ചത് സഹാവ് പിണറായി വിജയൻ തന്നെയാണ്. അതിന്റെ വാർത്തകൾ ദേശാഭിമാനിയിൽ കാണും. അല്ല വസന്ത്, ഞാൻ കാര്യം ചോദിക്കട്ടെ, താങ്കളുടെ പാർട്ടിയിലെ ഏതെങ്കിലും മേയർ സ്ഥാനത്ത് ഇരിക്കുന്ന ആൾ പറയുന്നതാണോ പാർട്ടിയുടെ നയം എന്ന് പറയുന്നത്? കോൺഗ്രസിന്റെ നയതാണോ? കോൺഗ്രസിന്റെ നയം അതാണോ? താങ്കളുടെ പാർട്ടി നേതൃത്വം ഏതെങ്കിലും കോർപ്പറേഷൻ വഹിക്കുമ്പോൾ ആ കോർപ്പറേഷന്റെ മേയർ ഒരു കാര്യം പറഞ്ഞ അതാണോ പാർട്ടിയുടെ നയം, താങ്കളുടെ പാർട്ടിയുടെ നയം? എന്തുകൊണ്ട് തിരുത്തിയില്ല? വസന്ത്, ആ വിഷയം നമ്മൾ ചർച്ച ചെയ്താണ്. വസന്ത്, ഈ വിഷയങ്ങൾ ഇനിയും എടുത്തിട്ട് അലക്കേണ്ട കാര്യമില്ല. വസന്ത്, ഒരു കാര്യം ഞാൻ പറയട്ടെ. വസന്ത് നേരത്തെ പറഞ്ഞൊരു വിഷയം, ഈ ജനസംഘത്തിന്റെ കാര്യം, അദ്വാനിയുടെ ഒരു ചിത്രമൊക്കെ നമ്മൾ പണ്ട് നമ്മൾ ചരിത്രം നമ്മൾ പഠിച്ചവരാണ്, നമുക്കറിയാം. അന്നത്തെ താങ്കളുടെ പാർട്ടി ഇന്ദിരാഗാന്ധി കാട്ടിക്കൂട്ടിയ കാര്യങ്ങളും അന്ന് രൂപപ്പെട്ടുന്ന രാഷ്ട്രീയ സാഹചര്യവും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ചേർന്ന് ആ ഭരണത്തെ തൂത്തെറിയതും പിന്നീട് വലിയൊരു പാർട്ടി കോൺഗ്രസ് ഇതര സർക്കാർ അധികാരത്തിൽ വന്നൊക്കെ നമുക്ക് ബോധ്യപ്പെട്ടുന്ന കാര്യങ്ങളാണ്. ചരിത്രം അതിനു മുമ്പ് തന്നെ നിങ്ങളുടെ മുമ്പിലുണ്ട്. RSS
എസുമായിട്ട് നിങ്ങൾ ചേർത്ത നിങ്ങളുടെ ഇന്ദിരാഗാന്ധി എടുത്ത മൃദുഹിന്ദുത്വ നിലപാടുകളുണ്ട്. 92 കർഷകർ അവിടെ ചെന്നപ്പോൾ നരസിംഹറാവു അന്നത്തെ പ്രധാനമന്ത്രി കഥകടച്ചിട്ട് പൂജ നടത്തിയ നരസിംഹറാവുവിനെ കുറിച്ച് അറിയാം. അതൊന്നും ഇവിടെ ഇനി വിഴുപ്പലക്കേണ്ട കാര്യമില്ല വസന്തേ. പക്ഷേ അല്ല വസന്ത് ഞാനൊരു കാര്യം പറയട്ടെ. വസന്ത് പറഞ്ഞ കാര്യങ്ങൾ ഇനിയിപ്പോൾ നേരത്തെ എം കെ വർഗീസിന് ആ ചോദ്യം അവിടെ തന്നെ നിൽക്കുക. എം കെ വർഗീസ് അല്ല CPM എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. കെ വേണുഗോപാലൻ മറുപടി പറഞ്ഞു കഴിഞ്ഞു. അതിന് മറുപടി പറയാൻ അവിടെ CPM ജില്ലാ സെക്രട്ടറി ഉണ്ട്. അദ്ദേഹം മറുപടി പറഞ്ഞു, പാർട്ടി അതിനെ തിരുത്തുകയും ചെയ്തു. ശ്രീ വേണുഗോപാലൻ വീണ്ടും അതേ ചോദ്യമായി വരികയാണ് വസന്ത്. അല്ല, ആ ചോദ്യത്തിന് ആ മറുപടി തന്നെയുള്ളൂ. എം കെ വർഗീസ് അല്ല പാർട്ടിയുടെ അവിടുത്തെ വാക്താവ്, സഖാവ് എം വർഗീസാണ്. വർഗീസ് അവിടെ പാർട്ടി നയം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയാനുള്ളത്. ഇപ്പോൾ മറ്റേ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഗവർണർ തന്നെ, ഇപ്പോഴത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെയാണ് തുടരേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ തിരുത്തിയല്ലോ. തിരുത്തിയില്ലേ? ആ തിരുത്തിയത് കോൺഗ്രസ് നേതാവല്ലേ? അതേപോലെ തിരുത്തേണ്ട നേതാക്കളൊക്കെ ഉണ്ടാവും, അവരെ തിരുത്തുകയും ചെയ്യും. ആ കാര്യത്തിൽ ഒരു തർക്കമില്ല. പിന്നെ ചരിത്രം പഠിക്കുമ്പോൾ നന്നായി പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ശ്രീമതി ഗാന്ധി അർദ്ധ വാഴ്ചയാണ് ഇവിടെ നടപ്പിലാക്കിയത്. അതിനെതിരായി അന്നത്തെ ജനാധിപത്യവാദികളായ ആൾക്കാരൊക്കെ കൂടി ഒരുമിച്ച് ചേർന്നുണ്ടാക്കിയ പാർട്ടിയാണ് ജനതാ പാർട്ടി. ആ ജനതാ പാർട്ടിയിൽ മറ്റേ ജനസംഘം ഉണ്ടായിരുന്നു. ജനസംഘത്തിനെ പിരിച്ചുവിട്ടിട്ടാണ് ജനസംഘം ഇതിൽ ചേർന്നത്. പിന്നീടാണ് അവർ പിളർന്നു പോയി BJP എന്ന് പറയുന്ന പാർട്ടി 1982 ഉണ്ടാക്കുന്നത്. അതുവരെ ജനസംഘം ഇല്ല. അതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. അത് താങ്കൾ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. എനിക്കിപ്പോൾ മനസ്സിലാക്കണം എന്ന് നിർബന്ധം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പഠിച്ച ചരിത്ര പുസ്തകത്തിൻ്റെ കാര്യത്തിലല്ല, ഏത് ചരിത്ര പുസ്തകം പഠിച്ചാലും അതൊക്കെ അങ്ങനെ തന്നെയാണ് എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടാവും. പിന്നെ രാമജന്മഭൂമിയിലുണ്ടായിരുന്ന മറ്റേ പള്ളിക്കകത്ത് ക്ഷേത്രം തുറന്നു കൊടുത്തത് ആര് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം രാജീവ് ഗാന്ധി എന്നാണ്. ആ രാജീവ് ഗാന്ധി തുറന്നു കൊടുത്തതിൻ്റെ തുടർച്ച എന്ന നിലയിലാണ് നരസിംഹറാവു അവിടെ പള്ളി പൊളിക്കുമ്പോൾ മിണ്ടാതിരിക്കുകയും പള്ളി പൊളിക്കാൻ വേണ്ടി അനുവദിക്കുകയും ചെയ്തത്. അതാണ് RSSൻ്റെ ഇന്ത്യയിലാകമാനമുള്ള വളർച്ചയ്ക്ക് കാരണമാക്കിയ സംഗതി എന്ന ചരിത്രവും നമ്മൾ വായിക്കാതിരുന്നിട്ട് കാര്യമില്ല. വായിക്കണം എന്ന് ഞാൻ നിർബന്ധം പിടിക്കണമെന്നില്ല, പക്ഷെ വായിക്കുന്നത് നല്ലതാണ്. ചരിത്രം മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് എന്ന് മാത്രമേ പറയുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ ഞാനൊരു കാര്യം വിട്ടുപോയി. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ തൊട്ട് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പല്ലേ കണക്കിലെടുക്കേണ്ടത് എന്ന കാര്യം പരിശോധിക്കണം. എന്താ കാര്യം എന്ന് വെച്ചാൽ 2004 ശേഷം കേരളത്തിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളെ പരിശോധിച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പാറ്റേണിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു പാറ്റേണിലുമാണ് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്തിരുന്നത് എന്ന് കാണാൻ പറ്റും. ആ പാറ്റേൺ പരിശോധിക്കുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പാറ്റേൺ ഒന്നാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പാറ്റേൺ ഒന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കഴിഞ്ഞ 2019 വോട്ടിൻ്റെ കണക്ക് വെച്ചാണ് നോക്കേണ്ടത്. അന്ന് 2019 NDAക്ക് 28.19%, LDFന് 30.85%, UDFന് 39.83% വോട്ടായിരുന്നു കിട്ടിയിരുന്നത്. 2024 NDAക്ക് 37.80%, UDFന് 30.8%, LDFന് മുമ്പത്തേതുപോലെ തന്നെ 30.85 എന്നതിന് പകരം 30.95% വോട്ട് കിട്ടി എന്നതാണ് കണക്ക്. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഇടതുപക്ഷത്തിന് 2019 അപേക്ഷിച്ച് 2024 കാര്യമായ യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല കുറച്ച് വോട്ട് കൂടുതൽ കിട്ടുകയാണ് ചെയ്തത്. അപ്പോൾ ഈ പൂരംപൊളി അല്ലെങ്കിൽ പൂരം ത്തിൽ പ്രശ്നമുണ്ടാക്കിയതുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് യാതൊരു നഷ്ടവും സംഭവിച്ചിട്ടില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച്. അതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്ന സംഗതി എന്നാണ് പറയാനുള്ളത്. പിന്നെ ഈ കോൺഗ്രസും RSSും തമ്മിലുള്ള ബന്ധം പരിശോധിച്ചാൽ ഒരുപാട് കാലത്തെ ചരിത്രം അതിനുണ്ട്. ചരിത്രം പഠിക്കുന്നത് താങ്കൾക്ക് ഇഷ്ടമില്ല എന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പറയാൻ ഉദ്ദേശിക്കില്ല. വിശദാംശം കൂടുതൽ എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെയല്ല, ചരിത്രം പഠിക്കാൻ വസന്തിന് ഇഷ്ടമാണ്, പക്ഷേ അദ്ദേഹത്തിന് എതിരായ ചരിത്രം പറഞ്ഞ കാര്യത്തിൽ തീരെ താല്പര്യമില്ല എന്ന കാര്യം നമുക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ടിപ്പോൾ അത് ഞാൻ പറയാൻ ഉദ്ദേശിക്കില്ല, അത് പറയാൻ ഉദ്ദേശിക്കില്ല. ശ്രീമതി ഗാന്ധിയും RSSും തമ്മിലുള്ള ബന്ധവും രാജീവ് ഗാന്ധി RSSും തമ്മിലുള്ള ബന്ധവും നരസിംഹറാവു RSSും തമ്മിലുള്ള ബന്ധമൊക്കെ തന്നെ ഒരുപാട് പറയാനുണ്ട്. അതൊന്നും ഇപ്പോൾ ഏതായാലും പറയില്ല, അത് പറഞ്ഞ സമയം കളയാനും ഞാൻ ഉദ്ദേശിക്കില്ല. എന്തായാലും ഈ കോൺഗ്രസ് BJP അവരുടെ രണ്ട് നയങ്ങൾ, ഒന്ന് ഹിന്ദുത്വവും ഒന്ന് മൃദുഹിന്ദുത്വമാണ് എന്ന കാര്യത്തിൽ ഇന്ന് ഈ ഇന്ത്യ രാജ്യത്ത് ജീവിച്ചിരിക്കുന്ന ഒരാൾക്കും ഒരു സംശയവും ഉണ്ടാവാൻ ഇടയില്ല. അതുകൊണ്ടാണ് കോൺഗ്രസ് പിന്നോട്ട് പോയത്. നിങ്ങൾ ഉറച്ച മതനിരപേക്ഷ കാഴ്ചപ്പാടെടുക്കാൻ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ പറ്റും. ഇനിയെങ്കിലും തിരുത്താൻ വേണ്ടി കോൺഗ്രസ് നേതൃത്വത്തിനോട് അപേക്ഷിക്കുക, അല്ലെങ്കിൽ ആവശ്യപ്പെടുക. അങ്ങനെ ആവശ്യപ്പെടുന്നതിൻ്റെ ഭാഗമായി ഉറച്ച മതനിരപേക്ഷ നിലപാടിൽ എടുക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. പണ്ട് ജവഹർലാൽ നെഹ്റു കുറേ കാലമെങ്കിലും എടുത്തിട്ടുള്ള നിലപാടിലേക്ക് തിരിച്ചു പോകാൻ കോൺഗ്രസ് തയ്യാറാവണം എന്നാവശ്യപ്പെടുക. പക്ഷേ ഉദാരവൽക്കരണ നയങ്ങളാണ് നടപ്പിലാക്കുന്നത് എന്നതുകൊണ്ട് നിങ്ങൾക്കതിന് കഴിയാത്ത അവസ്ഥാവിശേഷമുണ്ട്. നിങ്ങളും
ഒരു വലിയ വിഭാഗം വിശ്വാസികളെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നും തെരഞ്ഞെടുപ്പുകളെ നേടുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. ഈ നമ്മുടെ ഇപ്പോഴത്തെ മഹാനായ കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി ഏതൊക്കെ വേഷങ്ങൾ കെട്ടുന്നുണ്ട് എന്നത് അദ്ദേഹത്തിൻ്റെ ഫോട്ടോസ് ഒന്ന് പരിശോധിച്ചാൽ കാണാൻ പറ്റും. ഓരോ ക്ഷേത്രത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ, പ്രത്യേകിച്ചും വടക്കേ ഇന്ത്യയിൽ പോകുമ്പോൾ മുസ്ലിം പ്രദേശത്ത് ചെല്ലുമ്പോൾ മുസ്ലിമിൻ്റെ വേഷം, ഹിന്ദു പ്രദേശത്ത് ചെല്ലുമ്പോൾ ഹിന്ദു വേഷം, ക്രിസ്ത്യൻ വേഷത്തിൽ പോകണമെങ്കിൽ അങ്ങനെ പലതരം വേഷങ്ങൾ കിട്ടുന്നത് നമ്മൾ കാണുന്നുണ്ട്. വയനാട് തെരഞ്ഞെടുപ്പ് അതെ, മറ്റു നേതാക്കളൊന്നും തന്നെ അങ്ങനെ കിട്ടില്ല. വയനാട് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പോലും ലീഗുകാരോട് കൊടി വീശാൻ പാടില്ല എന്ന് പറഞ്ഞു. പച്ചക്കൊടി കണ്ടാൽ അത് വടക്കേ ഇന്ത്യയിൽ ദോഷം ചെയ്യും, അതുകൊണ്ട് നിങ്ങൾ പച്ചക്കൊടിയുമായി വരരുത് എന്ന് പറഞ്ഞ് കോൺഗ്രസ് തന്നെയാണ്. അപ്പോൾ അതൊക്കെ തന്നെ നിങ്ങളുടെ തെരഞ്ഞെടുപ്പിൻ്റെ തന്ത്രമാണ്, ഒരു സംശയമില്ല. നിങ്ങളത് അതും വെച്ച് നടന്നോ. പക്ഷേ അതൊക്കെ വെച്ച് അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് തെറ്റിദ്ധരിക്കേണ്ട എന്ന് മാത്രമേ ഞങ്ങൾ പറയുള്ളൂ. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കൃത്യമായ നയമുണ്ട്. ഞങ്ങൾ ഒരിക്കലും വർഗീയതയ്ക്ക് കീഴ്പ്പെട്ടിട്ടില്ല. എന്തിനാണ് പോയെന്നൊന്ന് പറയാമോ? ഏത് ഒറ്റ ചോദ്യം. ADGP പോയിട്ടുണ്ട് എങ്കിൽ കൃത്യമായി സർക്കാർ നടപടിയെടുത്തിരിക്കും. അദ്ദേഹം ഒരു കേന്ദ്ര സർക്കാർ ജീവനക്കാരനാണ്. എന്തൊക്കെ നടപടികളാണ് വേണ്ടത് എങ്കിൽ വേണ്ടത് സ്വീകരിച്ച് അദ്ദേഹത്തിനെതിരായി നടപടി സ്വീകരിക്കാൻ പറ്റുന്ന കുറ്റമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് എങ്കിൽ ഉറപ്പായും എടുത്തിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അത് ഗവൺമെന്റാണ് സ്വീകരിക്കേണ്ടത്. ഗവൺമെന്റ് സ്വീകരിച്ചോളും. വസന്ത്, ആ ചോദ്യം എനിക്കൊന്ന് പറയേണ്ടതുണ്ട്. വസന്ത്, നേരത്തെ വസന്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ADGP തൃശ്ശൂർ പോയത്, തൃശ്ശൂർ ഞാനൊന്ന് ഇടപെട്ട് പറഞ്ഞോട്ടെ, ശ്രീ വേണുഗോപാലിന് മറുപടി പറയും. ADGP എന്ന് പറയുന്ന അജിത് കുമാർ ഈ സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആണ്. പോലീസ് സേനയിൽ രണ്ടാമനാണ്. ഒരു വലിയ പ്രശ്നം നടക്കുമ്പോൾ, പൂരം പോലെ കാര്യം നടക്കുമ്പോൾ അതവിടെ പോകണം, അതവിടെയൊക്കെ പരിശോധിക്കാം. പിന്നെ ഇന്ന് വസന്ത് ഒരു പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ. ഇന്നൊരു കാര്യം, ഇന്ന് ടി പി രാമകൃഷ്ണൻ LDF കൺവീനർ പറഞ്ഞൊരു കാര്യമുണ്ട്. അത് കെ വേണുഗോപാൽ പറയേണ്ടതാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അദ്ദേഹം ADGP പോയോ എന്നുള്ളത് പാർട്ടിയുടെ പ്രശ്നമല്ല, പക്ഷേ എന്തിനു പോയി, എന്താണ് ചർച്ച നടന്നതെന്നുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കാൻ പാർട്ടി അത് സർക്കാർ അന്വേഷിക്കും. അക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നേരത്തെ അക്കാര്യം തന്നെയാണ് വേണുഗോപാലൻ പറയുകയും ചെയ്തത്. അതിന് നടപടിയുണ്ട്. പിന്നെ താങ്കൾ ഈ ബാലിശമായി കാര്യങ്ങളെ കാണരുത്. ആരെങ്കിലും എവിടെയെങ്കിലും ആരോപണം ഉന്നയിക്കുമ്പോൾ എന്നാൽ ADGP പുറത്താക്കിക്കളാൻ, സസ്പെൻഷൻ, അങ്ങനെ ഒരു സംവിധാനം അല്ലല്ലോ ഈ ജനാധിപത്യത്തിലെ ഈ ബ്യൂറോക്രസിയും ആ ഭരണക്രമം എന്നൊക്കെ പറയുന്നത്. അതിന് ചില പരിപാടികൾ ഉണ്ട്. അത് തന്നെയാണ് വേണുഗോപാലൻ പറഞ്ഞത്. വേണുഗോപാലൻ അങ്ങനെയല്ലേ താങ്കൾ ADGP എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥനാണ്, IAS ആണല്ലോ. അത് കോൺഗ്രസിന്റെ നേതാവിന് അറിയാലോ. അതെ, IAS ഇന്ത്യൻ പോലീസ് സർവീസിന്റെ ആളാണ് അദ്ദേഹം. അപ്പോ കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടെ നിയന്ത്രണത്തിന് കീഴ്പ്പെട്ടിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിനെതിരായി നടപടി സ്വീകരിക്കണമെങ്കിൽ അതിനാവശ്യമായ നടപടികൾ മുൻകൂട്ടി എടുക്കേണ്ടതുണ്ട്. അത് എടുത്തതിന് ശേഷം സർക്കാർ തീരുമാനിച്ചോളുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിച്ചിട്ട് കാര്യമില്ല. മുമ്പ് സെൻകുമാറിനെ ഞങ്ങൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സുപ്രീം കോടതിയിൽ ഞങ്ങൾക്കെതിരായിട്ടുള്ള വിധി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി ആലോചിച്ച് ചെയ്തോളും. അതിന് അധികാരമുള്ള വകതിരിവുള്ള ഒരു ഗവൺമെന്റ് ഈ കേരളത്തിലുണ്ട്. നിങ്ങളുടെ ഗവൺമെന്റ് പോലെയല്ല. അത് ചെയ്തോളും, വിഷമിക്കണ്ട. വസന്ത്, ഇതിനകത്ത് നേരത്തെ ഇതിനകത്ത് എനിക്ക് ബോധ്യപ്പെട്ടു വേണുഗോപാലൻ പറഞ്ഞതും വസന്തിനും ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്താണ് സംഭവം എന്നുള്ളത്. പക്ഷെ ഇവിടെ ചോദിച്ചോളൂ. വേണുഗോപാൽ പറഞ്ഞ ചരിത്രവും തെറ്റാണ്, ഇപ്പൊ പറയുന്ന പ്രസന്റ് സിറ്റുവേഷൻ തെറ്റാണ്, ഇനി ഭൂതകാലവും തെറ്റാണ്, ഭാവിയും തെറ്റാണ്, ഇപ്പൊ പറയുന്നതും തെറ്റാണ്. നോക്കൂ, ഒന്ന്, ADGP എന്ന് പറയുന്നത് IAS കാരനല്ല, അദ്ദേഹം IPS ഉദ്യോഗസ്ഥനാണ്. പറയട്ടെ. അദ്ദേഹം പറയുന്നത് പോലെ അദ്ദേഹം കേന്ദ്ര ഉദ്യോഗസ്ഥനാണെങ്കിൽ പോലും ചുമതലകൾ തീരുമാനിക്കുന്നത് പ്യുവർലി സംസ്ഥാന ഗവൺമെന്റിന്റെ ബിസിനസ് ആണ്. അതിൽ മാറ്റം വരുത്താൻ സംസ്ഥാന സർക്കാരിന് പൂർണ്ണാധികാരമുണ്ട്. സർക്കാരിന്റെ പരിപാടികളുമായി ചേർന്ന് പോകുന്നില്ല എന്ന് കണ്ടാൽ ഉദ്യോഗസ്ഥന്റെ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്താനുള്ള എല്ലാ ഉത്തരവാദിത്വവും അധികാരവും സർക്കാരിനുണ്ട് എന്ന് വിവിധ കേസുകളിൽ സുപ്രീം കോടതി റൂളിംഗ് ഉണ്ട്. അതിന് സംസ്ഥാന സർക്കാരിന് സാധ്യതയുണ്ട്. പിന്നെ അങ്ങ് പറഞ്ഞൊരു കാര്യം, അതിന് സമയം കൊടുക്കുമെന്നാണ്. ഈ ADGP, അതായത് സൂപ്പർ DGP ആണെന്ന് അൻവർ തന്നെ പറയുന്നത്. അതായത് CPM-നെ സപ്പോർട്ട് ചെയ്യുന്ന ഇടതുപക്ഷത്തിന്റെ നേതാവായ ശ്രീ അൻവർ തന്നെ പറയുന്ന ഈ സൂപ്പർ DGP പോയി കണ്ടിട്ട് മാസം എത്രയായി? അതിനുശേഷം അവിടെ തൃശ്ശൂർ പൂരം കലങ്ങി, അതിനുശേഷം അവിടെ സുരേഷ് ഗോപി ജയിച്ചു. അപ്പോ ഇന്റലിജൻസ് റിപ്പോർട്ട് ആഭ്യന്തരമന്ത്രിയുടെ കയ്യിൽ ഇല്ലായിരുന്നോ? ADGP ഇതാ വണ്ടി ഒരു റിസോർട്ടിൽ, ഒരു 5-സ്റ്റാർ ഹോട്ടലിൽ പാർക്ക് ചെയ്തിട്ട് വേറൊരു സ്വകാര്യ വാഹനത്തിൽ പോയി RSSന്റെ ദേശീയ സഹഭാരവാഹിയെ, ദേശീയ വൈസ് പ്രസിഡന്റിനെ പോയി കാണുന്നു എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് ആഭ്യന്തരമന്ത്രിയുടെ കയ്യിൽ ഇല്ലായിരുന്നോ? ഇല്ല എങ്കിൽ
വകുപ്പും ആഭ്യന്തരമന്ത്രിയും അമ്പേ പരാജയമാണ് എന്ന് അല്ല സമ്മതിക്കുന്നത്. വസന്ത്, അത് നമ്മൾ അറിഞ്ഞതാണല്ലോ. ഈ റിപ്പോർട്ടുണ്ട്, ഈ സ്പെഷ്യൽ ബ്രാഞ്ച് നൽകിയ റിപ്പോർട്ടൊക്കെ സർക്കാരിന്റെ പക്ഷമുണ്ട്. അതല്ല ഞാൻ പറഞ്ഞില്ലേ, ഈ വസന്ത് ഈ അല്ല വസന്ത് ഈ പറഞ്ഞ് അല്ല ഞാൻ പറയട്ടെ, പറഞ്ഞ് നമുക്കറിയാം, വെയിറ്റ് ചെയ്യൂ എന്ന് വേണുഗോപാലൻ പറഞ്ഞല്ലോ. ഇത് നേരത്തെ താങ്കൾ പറഞ്ഞ IPSന്റെ കാര്യത്തിൽ സുജിത് ദാസിന് നടപടിയെടുത്തില്ലേ? കോൺക്രീറ്റ് ആയ പരാതിയുണ്ട്, കോൺക്രീറ്റ് ആയ തെളിവുകളുണ്ട്. സുജിത് ദാസ് IPS കാരനല്ലേ, ജില്ലാ പോലീസ് മേധാവിയായിരുന്നു, നടപടിയെടുത്തു. വെയിറ്റ് ചെയ്യൂ. ആ വിഷയത്തിലല്ല എനിക്ക് ചോദിക്കാനുള്ള. നേരത്തെ വേണുഗോപാലൻ പറഞ്ഞു വന്ന വിഷയത്തിൽ നിന്ന് തന്ത്രപൂർവ്വം വസന്ത് ഒഴിഞ്ഞു മാറുകയും ചെയ്തു. കേവലമായ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടാക്കുന്ന എന്തെങ്കിലും ധാരണയുടെ അടിസ്ഥാനത്തിലോ നിലപാട് മാറ്റുന്ന പാർട്ടിയല്ല CPM. പക്ഷേ കോൺഗ്രസ് എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി എടുക്കുന്ന നിലപാടുകൾ ആ പാർട്ടിയുടെ മാന്യത കളഞ്ഞു എന്നുള്ള വളരെ ഗുരുതരമായ ആക്ഷേപമാണ് കെ വേണുഗോപാലൻ ഉന്നയിച്ചത്. അതിന് താങ്കൾക്ക് മറുപടിയില്ലേ? അതായത് CPM എന്ന് പറയുന്ന പാർട്ടി അതൊരു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഉണ്ടാക്കുന്ന നയരൂപീകരണത്തിന്റെ അടിസ്ഥാനത്തിലല്ല CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി നിലനിൽക്കുന്നത്. അത് ഒരു തുടർച്ചയുടെ ഭാഗമായിട്ടാണ്. പക്ഷേ നിങ്ങൾക്ക് തുടർച്ചയില്ല. നിങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പിലും കൃത്യമായ വർഗീയ കക്ഷികളുമായി കൂട്ടുചേരും, അല്ലെങ്കിൽ നിങ്ങൾ SDPയുടെ വോട്ട് വാങ്ങും, RSSുമായി നിങ്ങൾ സന്ധിച്ചേരും. അതാണ് കെ വേണുഗോപാലൻ പറഞ്ഞത്. താങ്കൾക്ക് പറയാം. വേണുഗോപാൽ, ഞാൻ തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറിയ അതേ കാര്യത്തിൽ ഞാൻ അധികം തന്ത്രമില്ലാതെ ഉത്തരം പറയാം. ഇപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് ജനസംഘകാലം എന്ന് തന്നെ ഞാൻ പറയും, അദ്ദേഹം വേറെ എന്തെങ്കിലും പറഞ്ഞു, ജനസംഘകാലത്തെ CPM ബാന്ധവത്തെ പറ്റി പറഞ്ഞെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു അന്ന് ആഭ്യന്തര ഇതുമായി ബന്ധപ്പെട്ട്, എമർജൻസിയുമായി ബന്ധപ്പെട്ട് 75-ൽ ഇന്ദിരാഗാന്ധി എമർജൻസി പ്രഖ്യാപിക്കുന്നു, 77-ൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അന്ന് പ്രതിപക്ഷ ഐക്യമെല്ലാം ഒരുമിച്ച് ചേരാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായാണ് ഞങ്ങൾ കൂട്ടുചേർന്നത്. അങ്ങനെ ചേരുമ്പോഴും ശ്രീ വേണുഗോപാലൻ തുടക്കത്തിൽ പറഞ്ഞ വലിയ ആശയവൈരുദ്ധ്യതയുണ്ടല്ലോ, RSSുമായി ഇങ്ങേ തലയ്ക്കൽ പ്രോ ലെഫ്റ്റ് ആയി നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റും ഇപ്പുറത്ത് പ്രോ റൈറ്റ് ആയി നിൽക്കുന്ന RSS അല്ലെങ്കിൽ RSS സ്പോൺസേഡ് വാട്ട് എവർ കോൾഡ് ജനസംഘ BJP, അതെങ്ങനെ വിളിച്ചാലും ആ പ്രോ റൈറ്റുമായി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായപ്പോഴും കൂട്ടുചേരാൻ സാധിച്ചു എന്നതിന്റെ തെളിവ് അത് മാത്രം മതി നിങ്ങൾ ഏത് സാഹചര്യത്തിലും ചില നീക്കുപോക്കുകൾക്ക് തയ്യാറാണ് എന്ന് മനസ്സിലാക്കാൻ. 2, കേരളത്തിൽ എത്ര പഞ്ചായത്തുകളിൽ, എത്ര മുനിസിപ്പാലിറ്റികളിൽ BJPയുടെ കൂടെ ചേർന്ന് നിങ്ങൾ ഭരിക്കുന്നുണ്ട്? അഭിമന്യുന്റെ നാട്ടിൽ SDPയുടെ പിന്തുണ മേടിച്ച് നിങ്ങൾ 2 ദിവസമെങ്കിൽ 2 ദിവസം പഞ്ചായത്ത് ഭരണത്തിൽ കൈയാളില്ലേ? ഈരാറ്റുപേട്ടയിൽ, പത്തനംതിട്ടയിൽ, തിരുവനന്തപുരത്ത് കണക്കെണ്ണി ഞാൻ പറയണോ? എത്ര പഞ്ചായത്തുകളിൽ, മുനിസിപ്പാലിറ്റികളിൽ ദിവസങ്ങളെങ്കിൽ ദിവസങ്ങൾ നിങ്ങൾ ഈ ആശയ വൈരുദ്ധ്യത ഉണ്ട് എന്ന് പറഞ്ഞ RSS ഉണ്ടല്ലോ, ആ RSS സ്പോൺസർ BJPയുമായി സഖ്യം ചേർന്നവരാണ് നിങ്ങൾ. 1. 2, ഞാൻ എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും തൃശ്ശൂരിലേക്ക് ഇതിനെ ഈ ചർച്ചയെ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുന്നതെന്ന് ചോദിച്ചാൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത പോലെ RSSന് പള്ളു പറയാൻ, അവർക്ക് മേല് നടിക്കാൻ അവർക്കൊരു സീറ്റ് ഉണ്ടാക്കി കൊടുത്തു. ആ സീറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ അതാണ് ചോദിക്കുന്നത്. അതാരാണ് വസന്ത്? ഈ ചോദ്യം വസന്തല്ല, അതിവിടുത്തെ കേരള ജനതയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാണ് അവസരം ഒരുക്കി കൊടുത്തത്? ആ ചോദ്യമാണ് ഇപ്പോഴും നിലയ്ക്കുന്നത്. ആരാണ് അവസരം ഒരുക്കി കൊടുത്തത്? ADGP വഴി CPM ആണ്, ഒരു സംശയം വേണ്ട. ADGPയെ ദല്ലാളായി പറഞ്ഞു വിട്ട് CPMനെ BJPക്ക് ഒറ്റുകൊടുത്ത യൂദാസ് ആണ് പിണറായി വിജയൻ. ഒരു സംശയം വേണ്ട ഇതിനകത്ത്. ശ്രീ വേണുഗോപാൽ, താങ്കളാണ് മറുപടി പറയാൻ യോഗ്യൻ. താങ്കൾക്ക് മറുപടി പറയാം. ADGPയെ ദല്ലാളാക്കി വിട്ടതാണ് പറഞ്ഞു. TN പ്രതാപൻ എൻ്റെ നാട്ടുകാരനാണ്. TN പ്രതാപനെ എൻ്റെ നാട്ടുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ കോൺഗ്രസ് ഒരു അന്വേഷണ കമ്മീഷൻ നിയോഗിക്കുകയും അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ചെയ്തു എന്ന് പറഞ്ഞ് പത്രവാർത്ത വന്നിരുന്നല്ലോ. ഇതുവരെ കോൺഗ്രസ്സുകാരും നിഷേധിച്ചിട്ടില്ല. കോൺഗ്രസിൻ്റെ വോട്ടുകൾ മറച്ചു കൊടുത്തു എന്നതാണ് അദ്ദേഹത്തിനെതിരായ ആരോപണം. ഏതാനും ദിവസങ്ങൾക്ക് അകം അദ്ദേഹത്തിനെതിരായ നടപടി ഉണ്ടാവും എന്നാണ് പറഞ്ഞു കേട്ടത്. പലപ്പോഴും വാർത്തയും വന്നത്. അതിന് വേണ്ടി ഒരു കമ്മീഷൻ നിയോഗിച്ചിരുന്നു. കമ്മീഷൻ നിയോഗിച്ച KPCC ആണ്. ആ നിയോഗിച്ച കമ്മീഷൻ്റെ കണ്ടെത്തൽ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ വോട്ട് മറിച്ചു കൊടുത്തു എന്നാണ്. മുരളീധരന് TN പ്രതാപന് സീറ്റ് കൊടുക്കാതെ മുരളീധരൻ അവിടെ കൊണ്ടുവന്ന് നിർത്തിയതിൻ്റെ ദേഷ്യത്തിന് പ്രതാപനോട് യോജിച്ച് നിൽക്കുന്ന കോൺഗ്രസ്സുകാരെയൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിൻ്റെ വോട്ടുകൾ മറിച്ചു കൊടുത്തു. അങ്ങനെ മറിച്ചു കൊടുത്തതിൻ്റെ ഭാഗമായാണ് അവിടെ കോൺഗ്രസ്സിന് ഉണ്ടായിരുന്ന ഭൂരിപക്ഷം നഷ്ടപ്പെടുകയും സുരേഷ് ഗോപി ജയിക്കുകയും ചെയ്തത് എന്നാണ് കോൺഗ്രസിൻ്റെ തന്നെ ഇതുവരെയുള്ള അഭിപ്രായം, ഇന്നലെ വരെ ഉണ്ടായിരുന്ന അഭിപ്രായം. ഇപ്പോഴാണ് ഒരു ADGP വരുന്നു, അതിൻ്റെ ഭാഗമായി പൂരം കലങ്ങിയതിൻ്റെ ഭാഗമായി വോട്ട് മാറുന്നു എന്ന കഥ പുതിയത് വന്നിട്ടുള്ളത്. ഇതുവരെ ഉണ്ടായിരുന്ന കഥ അല്ലെങ്കിൽ ചരിത്രം എന്ന് പറയുന്നത് TN പ്രതാപനാണ് ഈ കുഴപ്പം മുഴുവൻ കാണിച്ചത് എന്നായിരുന്നു. കോൺഗ്രസിൻ്റെ അഭിപ്രായം അതായിരുന്നു, കോൺഗ്രസിൻ്റെ തീരുമാനം അതായിരുന്നു. ആ തീരുമാനമൊക്കെ മറച്ചു വെച്ച് ഇപ്പോൾ ഇതൊക്കെ CPM ഉണ്ടാക്കിയതാണ്, പിണറായി വിജയൻ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വിശ്വസിക്കാൻ പോകണ്ട. തൃശ്ശൂർക്കാർക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടെ? ഞാൻ തൃശ്ശൂർക്കാരാണ്, കൃത്യമായിട്ട് അറിയാം തൃശ്ശൂർക്കാർക്ക് എങ്ങനെയാണ് വോട്ട് മറിച്ചതെന്നുള്ളത്, എന്തുകൊണ്ടാണ് തോറ്റതെന്നുള്ളത്.
അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് വെച്ചിട്ടല്ല നോക്കേണ്ടത്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് വെച്ച് നോക്കണം. എന്താ കാര്യം എന്ന് വെച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു തരത്തിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരു തരത്തിലും വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ് കേരളത്തിലെ ജനത. അതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ കൃത്യമായി മനസ്സിലാവും എങ്ങനെയാണ് വോട്ട് നഷ്ടപ്പെടുകയും അവിടെ സുരേഷ് ഗോപി ജയിക്കുകയും ചെയ്തത് എന്ന കാര്യം നമുക്ക് മനസ്സിലാവും. ഇവിടെ നേമത്തെ എങ്ങനെ ജയിച്ചതെന്നുള്ളതിൻ്റെ ചരിത്രം നമുക്കൊക്കെ അറിയാവുന്നതാണ്. പിന്നെ ഞാൻ കളവായ ചരിത്രമാണ് പറഞ്ഞതെന്ന് ഒറ്റവാചകത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ എവിടെയാണ് കളവ് പറഞ്ഞത് എന്ന് പറയാൻ മഹാനായ കോൺഗ്രസ് നേതാവ് തയ്യാറാവണ്ടേ? അദ്ദേഹം അതിന് തയ്യാറായില്ല. ഞാൻ പറഞ്ഞ ചരിത്രം മുഴുവൻ തെറ്റാണ് എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ജനതാ പാർട്ടിയെ പിന്തുണച്ചു, അതിന് കാരണം എന്ത്? അത് തെറ്റല്ലേ എന്നാണ് ചോദ്യം. ഫാസിസ്റ്റ് വിരുദ്ധ ഐക്യം എന്ന് പറയുന്നത് വിശാലമായ ബഹുജന ഐക്യമാണ് എന്ന് ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തന്നെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഹിറ്റ്ലർക്കെതിരായി എല്ലാ ശക്തികളെയും ഒരുമിപ്പിച്ചണി നിരത്തിക്കൊണ്ടുള്ള പോരാട്ടം നടത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അന്ന് അമേരിക്ക, മറ്റേ ഫ്രാൻസ്, ബ്രിട്ടൻ ഇത്തരത്തിലുള്ള സാമ്രാജ്യത്വ ശക്തികളോടക്കം ഒരുമിച്ച് നിന്നിട്ടാണ് സ്റ്റാലിൻ ഈ ഫാസിസത്തിനെതിരായ പോരാട്ടം നടത്തിയത്. ഇന്ദിരാഗാന്ധിയുടെ വാഴ്ച ഫാസിസ്റ്റ് വാഴ്ചയായിരുന്നു, അർദ്ധ ഫാസിസ്റ്റ് വാഴ്ചയായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിനെതിരായ പോരാട്ടം വിശാലമായ ബഹുജന ഐക്യം കെട്ടിപ്പടുക്കുക എന്ന പോരാട്ടം, ആ പോരാട്ടത്തിൻ്റെ ഭാഗമായാണ് ഞങ്ങൾ ജനതാ പാർട്ടിയെ പിന്തുണച്ചത്. അതിൽ ഒരു തെറ്റും ഞങ്ങൾ കാണുന്നില്ല. അല്ലെങ്കിൽ ഇന്ന് ഈ ജനാധിപത്യ ഇന്ത്യ ഉണ്ടാവുമായിരുന്നില്ല എന്ന കാര്യം കോൺഗ്രസ്സുകാരൻ മനസ്സിലാക്കി വെക്കണം. ശ്രീമതി ഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് അടിയന്തരാവസ്ഥ പിൻവലിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല, എല്ലാ കാലത്തേക്കും ഭരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കേസിൽ ശിക്ഷിക്കപ്പെട്ടപ്പോഴാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ആ തെരഞ്ഞെടുപ്പ് കേസിനെ മറികടക്കാൻ വേണ്ടി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പാരമ്പര്യമുള്ള കോൺഗ്രസ്സുകാർക്ക് ജനാധിപത്യത്തെക്കുറിച്ച് പറയാൻ പോലും അവകാശമില്ല എന്ന് കോൺഗ്രസ്സുകാർ തന്നെ മനസ്സിലാക്കണം. ഫാസിസ്റ്റ് വാഴ്ചയായിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത്. ഞങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്നില്ല, വലിയ വർത്തമാനം പറഞ്ഞില്ല. ഞങ്ങൾ അടിയന്തരാവസ്ഥ കാലത്ത് ശ്രീമതി ഗാന്ധിയുടെ ചില ഫാസിസ്റ്റ് വാഴ്ചക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്തിയ പാരമ്പര്യമുള്ള ആൾക്കാരാ. അധികാരം പങ്കിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ തയ്യാറായില്ല എന്ന കാര്യം മനസ്സിലാക്കണം. അല്ല വസന്ത്, ഒരു കാര്യം ഞാൻ പറയാം. കോൺഗ്രസ് എടുക്കുന്ന വസന്ത്, ഞാൻ പറയാം, കോൺഗ്രസ് പല കാലഘട്ടങ്ങളിൽ എടുക്കുന്ന നിലപാട് ഈ ചർച്ചയിൽ ഇരുന്നുകൊണ്ട് വസന്ത് എടുക്കരുത്. വസന്ത് വിഷയങ്ങളെ വ്യതിരിച്ചുകൊണ്ട് പോകരുത്. വസന്ത് തുടരുക. ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ രാജേന്ദ്രൻ പന്തൽ, താങ്കൾ കേട്ടതാണല്ലോ. രാജേന്ദ്രൻ പന്തൽ താങ്കൾ കേട്ടതാണല്ലോ. നേരത്തെ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് വരുമ്പോൾ എങ്ങനെയാണ് തൃശ്ശൂരിൽ ജയിച്ചതെന്നുള്ള ചോദ്യം ഇപ്പൊ വേണുഗോപാലൻ വിശദീകരിച്ചാണ്. നേരത്തെ ടി.എൻ. പ്രതാപൻ അടക്കമുള്ളവരുടെ പങ്കിനെ കുറിച്ച് അവിടെ വലിയ തരത്തിലുള്ള കോൺഗ്രസിന്റെ അന്വേഷണ റിപ്പോർട്ട് ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. ഇപ്പോൾ ഒരു വിഷയം കിട്ടി, ഒരു ADGP കിട്ടിയിരിക്കുന്നു. ADGP അവിടെ ചെന്ന് പൂരം കലക്കി അതിനുവേണ്ടി സഹായം CPM ചെയ്തു കൊടുത്തു, അവിടെ BJP ജയിപ്പിച്ചു. എന്തൊരു നെറേറ്റീവ് താങ്കൾക്ക് എങ്ങനെ കാണാൻ കഴിയുന്നുണ്ടോ ശ്രീ രാജേന്ദ്രൻ പന്തള? നമ്മളിപ്പോഴും ചർച്ച തൃശ്ശൂരിൽ തളച്ചിട്ടിരിക്കുകയാണ്. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് RSS ബന്ധം എന്നാണ് തങ്ങളുടെ ടൈറ്റിൽ സൂചിപ്പിക്കുന്നത്. ഇവിടെ വേണുഗോപാലിന് പറഞ്ഞതിനോട് ഭാഗികമായി വിയോജിച്ചുകൊണ്ടൊരു കാര്യം ഞാൻ പറയുകയാണ്. നെഹ്റു വന്ന RSSനെ അങ്ങ് മാറ്റി എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ നെഹ്റു പ്രധാനമന്ത്രി ആയിരിക്കുന്ന കാലത്ത് നടന്ന റിപ്പബ്ലിക് പരേഡിൽ RSS പങ്കെടുത്തിട്ടുണ്ട്. ചരിത്രത്തിൽ അതുണ്ട്, അത് അവശേഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് നിഷേധിക്കാൻ കഴിയും. അതുപോലെ തന്നെ മഹാത്മാഗാന്ധി RSSന്റെ ഒരു ശാഖയിൽ പങ്കെടുക്കുകയും ഇത്ര അച്ചടക്കത്തോടെ യുവാക്കൾ പ്രവർത്തിക്കുന്നത് വളരെ നല്ലതാണ് എന്ന് അദ്ദേഹം അവരെ ആശംസിക്കുകയും ചെയ്തിട്ടാണ് പോയത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു ചരിത്രം ഉള്ള പശ്ചാത്തലത്തിൽ ഈ കോൺഗ്രസ്സുകാരൻ വസന്ത് എന്തിനാണ് ഇത്രയധികം കുറ്റബോധം അതിനെക്കുറിച്ചൊക്കെ രേഖപ്പെടുത്തുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ അദ്ദേഹം പറയുന്നത് എന്നുള്ളതാണ് മനസ്സിലാവാത്തത്. കോൺഗ്രസ് ഒരു പക്ഷേ കോൺഗ്രസിനെയും RSS പിന്തുണച്ചിട്ടുണ്ട്. ബംഗ്ലാദേശ് യുദ്ധത്തിന് ശേഷം ഇന്ദിരാഗാന്ധിയെ RSS തന്നെ പിന്തുണച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ചരിത്ര വസ്തുതയാണ്. ഇന്ത്യയുടെ ദുർഗ എന്നാണ് അന്ന് AB വാജ്പേയി BJPയെ വിശേഷിപ്പിച്ചത്. അപ്പോൾ ഈ RSSുമായിട്ട് നിങ്ങളുടെ ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറ്റബോധം തോന്നേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ സെൻട്രലിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. CPMന് അതേസമയം ഞാൻ മുമ്പേ പറയാൻ വന്നത് തന്നെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞത് കോൺഗ്രസ് മുക്ത ഭാരതം എന്നാണെങ്കിലും അദ്ദേഹം ഉദ്ദേശിക്കുന്നത് മാർക്സിസ്റ്റ് മുക്ത ഭാരതമാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസം നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് BJPക്ക് വേരുകൾ ഓടില്ല. അതുപോലെ തന്നെ BJPക്ക് വേരുകളുള്ള ഒരു സ്ഥലത്ത്, അതുകൊണ്ടാണ് ഈ CPMും മറ്റും ഇത്രയധികം BJP എതിർക്കുന്നു. ഉള്ള ഒരു സ്ഥലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിലനിൽക്കാൻ പറ്റുകയില്ല എന്നുള്ളതാണ്. ശരി ശ്രീ രാജേന്ദ്രൻ, ഏതായാലും വലിയ ഒരു ഇടവേള അനിവാര്യമായി വന്നിരിക്കുകയാണ്. താങ്കൾ പറഞ്ഞത് മനസ്സിലായി. അതായത് നരേന്ദ്രമോദി പറഞ്ഞത് കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളത്
ബി ജെ പിക്ക് അറിയാം. കാരണം കോൺഗ്രസ് മുക്തമാകുക എന്ന് പറഞ്ഞാൽ എല്ലാ കോൺഗ്രസ്സുകാരും ബി ജെ പിയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് തന്നെയാണ്. അതാണ് അത് ഉദ്ദേശിച്ചത്. ശ്രീ രാജേന്ദ്രൻ പന്തളം ഓർമ്മിച്ച വിഷയമാണ്. നമ്മൾ ചർച്ച തുടങ്ങിയത് തന്നെ ആരെല്ലാം കോൺഗ്രസ് എന്നുള്ള വിഷയത്തിൽ തന്നെയാണ്. പക്ഷേ അത് തൃശ്ശൂരിലേക്ക് വ്യതിചലിച്ചു പോയി. പക്ഷേ തൃശ്ശൂരിലും ADGP വിവാദത്തിലും പൂരം കലക്കലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണല്ലോ ഇതിലേക്ക് ചർച്ച എത്തിച്ചേരുകയും ചെയ്തത്. പക്ഷേ വസന്ത്, ഇവിടെ ഈ നമ്മൾ ചോദിച്ച ആ ചോദ്യം, ഈ ന്യൂസ് ആൻഡ് വിസിൻ്റെ ചോദ്യം തന്നെയാണ്, ആരെല്ലാം കോൺഗ്രസ് എന്നുള്ളതാണ്. ഈ കോൺഗ്രസിനുള്ളിലെ RSSകാർ ആരൊക്കെയാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു പരിശോധന നടത്തേണ്ടതില്ലേ? പരിശോധന നടത്തുമോ ഈ പാർട്ടി? മാത്രമല്ല, നേരത്തെ ഈ പറഞ്ഞ പോലെ അന്വേഷണ റിപ്പോർട്ട് വരാൻ വൈകുന്നത് എന്താണ്? തൃശ്ശൂരത്തെ ഈ കോൺഗ്രസ് KPCC നടത്തിയ അന്വേഷണ റിപ്പോർട്ട് വരാൻ വൈകുന്ന കാര്യം എന്താണ്? അല്ല, നിങ്ങളുടെ കയ്യിലൊരു റിപ്പോർട്ട് ഇരിപ്പുണ്ടല്ലോ, ഇന്റലിജൻസ് റിപ്പോർട്ട്. ആ റിപ്പോർട്ട് പുറത്തുവിട്. എന്തിനാണ് ADGP പോയി കണ്ടതെന്നും പൂരം എങ്ങനെയാണ് കലങ്ങിയതെന്നും തൃശ്ശൂരിൽ എങ്ങനെയാണ് BJPക്ക് ജയിക്കാൻ സാധ്യത ഉണ്ടായതെന്നും നിങ്ങളുടെ കയ്യിൽ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് ഉണ്ടല്ലോ, ആ ഉള്ള റിപ്പോർട്ട് പുറത്തുവിട്. അതിനുശേഷം നമുക്ക് KPCCയുടെ റിപ്പോർട്ടിന് വേണ്ടി അതല്ല വസന്ത്, ഒരു പാർട്ടി, അതായത് കേരളത്തിൽ BJPക്ക് ജയിക്കാൻ, തൃശ്ശൂർ ജയിക്കാൻ കഴിഞ്ഞു. അവിടെ നേരത്തെ നിങ്ങളുടെ MP ആയിരുന്നു. അവിടെ എന്തുകൊണ്ട് BJP നേതാവ് ജയിച്ചു? BJPക്ക് MP സുരേഷ് ഗോപി ജയിക്കാനിടയ സാഹചര്യമെന്ന് ഒരു പാർട്ടി എന്നുള്ള അർത്ഥത്തിൽ ഒരു പരിശോധന നടത്തും. എവിടെയാണ് പിഴവ് പറ്റിയത്? ആരാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത്? ഇക്കാര്യങ്ങളൊക്കെ പൊതുജനങ്ങളെ അറിയിക്കേണ്ട ഒരു മര്യാദ കൂടി ഇല്ലേ ശരിക്കും ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന അർത്ഥത്തിൽ കോൺഗ്രസിന്? ഉണ്ട്. അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ആ അന്വേഷണം നടക്കുകയും അവിടെ ഇത്തരത്തിലൊരു കൂടിക്കാഴ്ചയും ഒരു ബാന്ധവം ഉണ്ടായെന്ന് ഞങ്ങൾ അറിയുകയും ഞങ്ങളത് പൊതുജനങ്ങളെ അറിയിക്കുകയും ചെയ്തത് അല്ലേ? ഞങ്ങളുടെ കണ്ടെത്തൽ ഇതാണ്. ADGP അജിത് കുമാർ വഴി ഒരു രഹസ്യ ബാന്ധവം ഉണ്ടാവുകയും RSS നേതാവിനെ CPM ബാന്ധവത്തിന് വേണ്ടി ADGPയെ പറഞ്ഞു വിടുകയും പൂരം കലങ്ങുന്ന സമയത്ത് ADGP അവിടെ ഉണ്ടായിരുന്നിട്ട് പോലും ആ വിഷയത്തിൽ ഇടപെടാതിരിക്കുകയും. അല്ല വസന്തേ, അങ്ങനെയാണെങ്കിൽ വീണ്ടും ആദ്യത്തെ ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഇവിടെ LDFന് വോട്ട് എങ്ങനെ കൂടി? 16,000 വോട്ട് എങ്ങനെ കൂടി? എവിടെ കൂടി? നിങ്ങൾ പറയുന്നത് 5 വർഷം മുമ്പത്തെ കണക്കാണ്. എത്രയോ പുഴ എത്രയോ ഒഴുകിപ്പോയി, എത്രയോ പേർ വിദേശത്തേക്ക് പോയി. പുഴ എത്ര ഒഴുകിപ്പോയാലും കോൺഗ്രസ് മാറാൻ കഴിയില്ല. വസന്തിന്റെ വാക്കുകൾ അതാണ് സൂചിപ്പിക്കുന്നത്. ശ്രീ വേണുഗോപാലൻ, പുഴ എത്ര ഒഴുകിയാലും കോൺഗ്രസ് മാറില്ല. 1.5 ലക്ഷം വോട്ട് എവിടെ പോയി? അത് പറയണം ശ്രീ വേണുഗോപാൽ. ആ പദം തന്നെ ഞാൻ എടുക്കുകയാണ്. പുഴ എത്ര ഒഴുകിയാലും കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് മാറാൻ കഴിയില്ല. കോൺഗ്രസിന് കഴിഞ്ഞ പ്രാവശ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കുറഞ്ഞത് 86,965 വോട്ടാണ്, 9.75%. BJPക്ക് കൂടിയത് 9.61%. CPIക്ക്, അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൂടിയത് 16,196 വോട്ട്. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കാണ്. ഞങ്ങൾക്കൊരു വോട്ടും കുറഞ്ഞിട്ടില്ല. കുറഞ്ഞത് കോൺഗ്രസിൻ്റെ വോട്ടാണ്. അപ്പോൾ കോൺഗ്രസ്സാണ് വോട്ട് മറിച്ചു കൊടുത്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടാണ് കണക്കാക്കുന്നതെങ്കിൽ അങ്ങനെ വെച്ച് പറയാം. അതിന് മുമ്പ് കിട്ടിയ വോട്ട് വെച്ച് നിയമസഭയായിട്ട് കണക്കാക്കാം. വോട്ട് കണക്കാക്കേണ്ടത്, വോട്ട് ബന്ധപ്പെടുത്തേണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ടാണ് എന്ന വാദത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. കാരണം കേരളത്തിലെ ജനങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു തരത്തിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു തരത്തിൽ വോട്ട് ചെയ്യുന്നവരാണ്. അത് കേരളത്തിന്റെ പ്രത്യേകതയാണ്. നിയമസഭയിൽ നിങ്ങൾ വോട്ട് ചെയ്തവർക്ക് ലോക്സഭയിൽ BJP വോട്ട് ചെയ്തു എന്ന് നിങ്ങൾ അല്ല, കുറച്ച് ആൾക്കാർ മറിച്ച് ചെയ്തിട്ടുണ്ടാവും. ആ കാര്യത്തിൽ ഒരു തർക്കമില്ല. നിയമസഭയിൽ നിങ്ങൾ വോട്ട് ചെയ്തവർ കുറച്ച് ആൾക്കാർ അപ്പുറത്ത് ചെയ്തിട്ടുണ്ടാവാം, ഒരു സംശയമില്ല. അതായത് കേരളത്തിൽ BJPക്ക് CPM മതി എന്ന് വോട്ടർമാർ ചിന്തിച്ചു കാണും. BJPക്ക് സമമാണല്ലോ എന്ന് ചിന്തിച്ചു കാണും. BJPക്ക് സമാണെന്ന് ചിന്തിച്ചിട്ടല്ല. ചിലപ്പോൾ സുരേഷ് ഗോപിയുടെ സൗന്ദര്യം കണ്ട് വോട്ട് ചെയ്തിട്ടുണ്ടാവും, സുരേഷ് ഗോപിയുടെ സ്നേഹം തോന്നി വോട്ട് ചെയ്തിട്ടുണ്ടാവും, അദ്ദേഹം നടത്തിയ ജനകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ടാവും, മുരളീധരനുള്ള ദേഷ്യത്തിന്റെ ഭാഗമായിട്ട് വോട്ട് ചെയ്തിട്ടുള്ളവരാവും. അപ്പം അങ്ങനെ പല ആൾക്കാരുണ്ടാവും. വോട്ടർമാരെന്ന് പറഞ്ഞാൽ എല്ലാവരും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മെമ്പർമാരല്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർമാരെല്ലാം മുഴുവൻ വോട്ട് ചെയ്യുന്നവര് ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത്. ജനം മാറി മറിച്ച് വോട്ട് ചെയ്യാറുണ്ട്. അത് എല്ലാ തെരഞ്ഞെടുപ്പും സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. അതിലെന്താ തെറ്റ്? അതുകൊണ്ടല്ലേ ഞങ്ങൾ രണ്ടാമത് ജയിച്ച അധികാരത്തിൽ വന്നത്. ഞാൻ ഇടപെട്ടെ വസന്ത്. ഇടതുപക്ഷ പാർട്ടിയുടെ എല്ലാ പാർട്ടിയുടെ വോട്ട് കുറയും, നാട്ടുകാരെ വോട്ട് ചെയ്യുന്നത്. എല്ലാവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർമാരൊന്നല്ല. 5 വർഷം മുമ്പത്തെ മുമ്പത്തെ താരതമ്യപ്പെടുത്തിക്കോ, അതിന് മുമ്പത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് താരതമ്യപ്പെടുത്തിക്കോ, ഒരു വ്യത്യാസവും ഇല്ല. ഞങ്ങൾക്ക് വോട്ട് കൂടിയത് നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടുകയാണ് ഞങ്ങൾക്ക് പ്രാവശ്യം ചെയ്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ വെച്ച് നോക്കുമ്പോഴേ ഞങ്ങൾക്ക് വോട്ട് കൂടുതൽ കിട്ടുകയാണ് ചെയ്തത്. ഒരു വ്യത്യാസമില്ല. കാര്യം വളരെ വ്യക്തമാണ്. ശ്രീ വേണുഗോപാൽ. വസന്ത്, ഇതിനകത്ത് ഉയരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ വസന്ത് ഇപ്പോൾ
കോൺഗ്രസ് പറയുന്നത് പോലെ തന്നെ വളരെ പെട്ടെന്നൊരു വിഷയം ദാ വീണ് കിട്ടിയിരിക്കുകയാണ്. എങ്ങനെയാണ് തൃശ്ശൂരിൽ തോറ്റത്? അത് ADGP പോയത് കൊണ്ടാണ്. ADGP അവിടെ പിണറായിയുടെ ദല്ലാളായി പോയി ചെന്ന് വോട്ട് മറിച്ചു. ഇത് പറയുന്നതിനൊക്കെ ഒരു യുക്തി വേണ്ടേ വസന്തേ? ഈ കാര്യങ്ങളിലൊക്കെ ഇത് ഈ കേരളത്തിലെ പ്രേക്ഷകർ രാഷ്ട്രീയ ബോധമുള്ളവർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് വസന്തിനറിയാം, ഇവിടെ ഇരിക്കുന്ന വേണുഗോപാലിനറിയാം, രാജേന്ദ്രൻ പന്തളത്തിനറിയാം, എനിക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ കൃത്യമായ ഒരു നീക്കുപോക്ക് നടത്തിയിട്ടുണ്ട്. അങ്ങനെ നീക്കുപോക്ക് നടത്തിയതിന് നേതൃത്വം കൊടുത്ത ആരെന്നാണ് ഇനി കണ്ടെത്തേണ്ടത്. ആ ചോദ്യമുനയാണ് ഇവിടെ VD സതീശനെതിരെയും കെ സുധാകരനെ അടക്കമുള്ളവർക്കെതിരെ നീണ്ടു നിൽക്കുന്നത്. അവിടെയാണ് മറുപടി പറയേണ്ടത് കോൺഗ്രസ്. അല്ലാതെ ഈ അഴകുഴമ്പൻ നിലപാടുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇപ്പോൾ ADGP കിട്ടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു പോകുന്നത് അതൊരു രാഷ്ട്രീയ നിലപാടാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അല്ല, എന്നോടാണോ? അതെ വസന്ത്. സിജു, അങ്ങയുടെ ചോദ്യം എന്നോടാണല്ലോ. അതെ, തീർച്ചയായിട്ടും. വസന്തനോടാണ് ചോദ്യം. വസന്തിന് കേൾക്കാൻ കഴിയുന്നില്ല. ശ്രീ വേണുഗോപാൽ, ഏതായാലും ഈ സമയപരിമിതി മൂലം നമുക്ക് ഇവിടെ ഇടപെടേണ്ടി വരുന്നുണ്ട്. പക്ഷേ ശ്രീ വേണുഗോപാൽ, അവസാനമായി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് പറയേണ്ടി വരുന്നത്. കാരണം ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, അതായത് നിലവിൽ നമ്മൾ ചർച്ച തുടങ്ങിയത് എങ്ങനെയാണ്, ആരെല്ലാമാണ് കോൺഗ്രസ് എന്ന് പറയുമ്പോൾ നമ്മൾ ടൈറ്റിൽ കൊടുത്തത് RSS എന്ന് തന്നെയാണ്. ഈ ആരോപണം പണ്ട് മുതൽക്ക് തന്നെ കോൺഗ്രസിന് മേലുണ്ട്. അത് നെഹ്റുവിൻ്റെ കാലം മുതലുണ്ട്, ഗാന്ധി ഉണ്ടായിരുന്ന കാലം മുതലുണ്ട്. RSS എന്ന് പറയുന്ന സംഘടന നിഴലായി തന്നെ കോൺഗ്രസിൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു. അവർ കൊണ്ടുവന്ന നയങ്ങൾ തന്നെ, അവരെന്താണോ ഹിന്ദുത്വം ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മൃദുഹിന്ദുത്വ നിലപാട് തന്നെയാണ് കോൺഗ്രസ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ സാമ്പത്തിക നയങ്ങൾ തന്നെയാണ്, അവരുടെ ഭരണവർഗ താല്പര്യങ്ങൾ തന്നെയാണ് ഈ കോൺഗ്രസ് വിവിധ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഇവിടെ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഈ പുതിയ കാലഘട്ടത്തിലും ഇനി വലിയ ത്രട്ടായി, വലിയ ഭീഷണിയായി ഈ സംഘപരിവാർ രാഷ്ട്രീയം ഇവിടെ നിലനിൽക്കുമ്പോൾ, ഭരണകൂടം കൈയാളിക്കൊണ്ടിരിക്കുമ്പോൾ, ഇവർ വീണ്ടും കൈക്കൊണ്ടിരിക്കുന്ന ഈ നിലപാടുകൾ എവിടെ കൊണ്ടെത്തിക്കും ആ പാർട്ടിയെ? രാജ്യത്തിൻ്റെ മതനിരപേക്ഷത എവിടെ കൊണ്ടെത്തിക്കും എന്നുള്ള ചോദ്യം ഇപ്പോഴും പ്രസക്തമായി തന്നെ നിൽക്കുകയാണ്. അതൊരു വലിയ ഭീഷണിയായിട്ട് ഈ കാലത്ത് നിലനിൽക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇന്ത്യയിൽ ഇപ്പോൾ അറിയപ്പെടുന്ന രണ്ട് പ്രധാനപ്പെട്ട ദേശീയ പാർട്ടികൾ രണ്ടും, ഒന്ന് ഹിന്ദുത്വത്തിൻ്റെയും മറ്റൊന്ന് മൃദുഹിന്ദുത്വത്തിൻ്റെയും സമീപനം വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് എത്ര പരാജയമുണ്ടായാലും ആ നിലപാടിൽ നിന്ന് മാറ്റം വരുത്താൻ വേണ്ടി തയ്യാറാവുന്നില്ല. പ്രത്യേകിച്ചും വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അവർ ഹിന്ദുത്വത്തിന് തൊട്ട് താഴെ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സമീപനം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPയെ പരാജയപ്പെടുത്താൻ പറ്റുന്ന ഒരു വിശാലമായ ഐക്യമുണ്ടാക്കിയിട്ട് പോലും അതിന് കഴിയാതെ പോയത്. വേണമെങ്കിൽ ജയിക്കാൻ പറ്റുന്നൊരവസരം ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ ഇവരെടുക്കുന്ന ഈ സമീപനത്തിൻ്റെ ഭാഗമായി എല്ലാ മതനിരപേക്ഷവാദികളെയും ഒരുമിപ്പിച്ചണിനിരത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇന്ത്യ രാജ്യം പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരായുള്ള ശക്തമായ പോരാട്ടം ഇടതുപക്ഷത്തിൻ്റെയും മറ്റ് സംസ്ഥാന തലത്തിലുള്ള പാർട്ടികളുടെയും ഒക്കെ തന്നെ നേതൃത്വത്തിൽ തുടർച്ചയായി ഉയർന്നു വരികയും വളരെ വിശാലമായ വർഗൈക്യം ഇന്ത്യ രാജ്യത്ത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയും ചെയ്താൽ മാത്രമേ നമുക്ക് ആസന്ന ഭാവിയിൽ ഇന്ത്യയെ ഗ്രസിക്കും എന്ന നിലയിൽ നിൽക്കുന്ന ഫാസിസ്റ്റ് ഭീഷണിക്കെതിരായിട്ടുള്ള വിശാലമായ ജനാധിപത്യ മുന്നണിയെ കെട്ടിപ്പടുക്കാനും വളർത്തിയെടുക്കാനും പറ്റും എന്നതാണ് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതിൽ മുഖ്യമായ പങ്ക് വഹിക്കേണ്ടത് ഇടതുപക്ഷമാണ്. പക്ഷേ ഇടതുപക്ഷത്തിന് ആ രീതിയിൽ സീറ്റിൻ്റെ കാര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും കഴിഞ്ഞ കാലത്ത് കർഷകരുടെ നേതൃത്വത്തിൽ നടത്തിയ പോരാട്ടത്തിൻ്റെ ഭാഗമായി വിശാലമായ ഐക്യം വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് രാജസ്ഥാനിലും മഹാരാഷ്ട്രത്തിലും അതുപോലെ തന്നെ ഉത്തർപ്രദേശിലുമൊക്കെ തന്നെ വമ്പിച്ച മുന്നേറ്റമുണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞത്. അത്തരത്തിലുള്ള പോരാട്ടങ്ങൾ ഇന്ത്യയുടെ ഭാവി സുരക്ഷിതമാക്കും എന്ന വിശ്വാസം തന്നെയാണ് ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോഴും എനിക്ക് പങ്കെടുത്ത സമയപരിമിതി മൂലം ചർച്ചകൾ അവസാനിപ്പിക്കേണ്ടി വരും. വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ കെ വേണുഗോപാലൻ, വസന്ത് സിറിയക്കൊപ്പം പന്തളം രാജേന്ദ്രൻ. ഇവിടെ ഇപ്പോഴും ഉയരുന്ന പ്രശ്നം, അസംഖ്യം കോൺഗ്രസ് പ്രവർത്തകരെ RSSൻ്റെ കാൽച്ചുവട്ടിൽ കൊണ്ടിടാൻ നിൽക്കുന്ന കോൺഗ്രസ് നേതൃത്വം അവർ ഇനിയെങ്കിലും ഒരു ആത്മപരിശോധന നടത്താൻ തയ്യാറുണ്ടോ? ഇപ്പോൾ ADGP വിവാദത്തിൻ്റെ പേരിൽ CPMൻ്റെ ചുമലിൽ കൊണ്ട് കെട്ടുന്നതിന് പകരം എന്താണ് തങ്ങൾക്ക് പറ്റിയത്, എന്ത് തിരുത്തലാണ് വരുത്തേണ്ടതെന്നുള്ള ആത്മപരിശോധന നടത്താൻ കോൺഗ്രസ് നേതൃത്വം ഇനിയെങ്കിലും തയ്യാറാകുന്നുള്ള ചോദ്യമാണ് ഈ ചർച്ചയുടെ അവസാനിക്കുമ്പോൾ ഉയരുകയും ചെയ്യുന്നത്. ഈ ചർച്ചയുടെ അവസാനിക്കുകയാണ്.